അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കണേ. മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ വലിയ ദിവസം ഈ പുലരി കാണുവാൻ ഇടയാക്കിയതിന് നന്ദി പറയുന്ന ഈശോയെ, ഒത്തിരിയേറെ ആൾക്കാർ അക്ഷമരായി ആകാംക്ഷയോടെ ഈ ദിവസങ്ങൾ കപാസനത്തിലുണ്ടായിരുന്നെങ്കിൽ എന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന എല്ലാവരെയും ഈ കുരിശിൻ്റെ ആശീർവാദം അമ്മേൻ്റെ പുറകെ നിൽക്കുന്ന മക്കളെ നിങ്ങൾ ആശീർവദിക്കുന്നതിന് വേണ്ടി, അപ്പം നിങ്ങളുടെ ജീവിതത്തിൻ്റെ കണ്ണുനീര് ഇന്നത്തെ ദിവസം അമ്മ പ്രത്യേകമായ കൃപ നൽകി അനുഗ്രഹം നൽകിക്കൊണ്ട് നിങ്ങൾ ഇന്ന് കടന്നു പോകുന്ന സങ്കടങ്ങളിൽ നിന്നും രോഗ അരിഷ്ടതകളിൽ നിന്നും കർത്താവ് നിങ്ങളെ സംരക്ഷിക്കാൻ അമ്മ മധ്യസ്ഥം വഹിക്കുകയാണ്. കർത്താവെ, എൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ നീ മഹത്വപ്പെടുത്തിയതിൻ്റെ അടയാളമാണ് 2004 അമ്മയുടെ പ്രത്യക്ഷപ്പെടൽ. അത് ഏറ്റെടുത്തപ്പോൾ ദൈവം മഹത്വപ്പെട്ടതിൻ്റെ തുടർ ദൈവാനുഭവങ്ങളാണ് ഉടമ്പടിയിലൂടെ ലഭിക്കുന്ന സഹസ്രക്കണക്കിന് സാക്ഷ്യങ്ങൾ.
എൻ്റെ ഈ പ്രാർത്ഥന കൂടുന്ന എല്ലാ മക്കൾക്കും അവരുടെ ജീവിത ഭൗതികവും അവരുടെ മാനസികവും ശാരീരികവും കുടുംബപരവും ആയിട്ടുള്ള എല്ലാ മേഖലകളിലും കർത്താവിൻ്റെ പ്രത്യേക അനുഗ്രഹം ഈ നിമിഷം ആവശ്യിക്കാനും നിങ്ങൾ ഇപ്പോൾ വഴിമുട്ടി നിൽക്കുന്ന എല്ലാ വിഷയത്തിൻ്റെ മേലും ദൈവിക ഇടപെടലുണ്ടാകാനും ഇന്ന് നിങ്ങൾ കണ്ടുമുട്ടുന്ന വ്യക്തികൾക്ക് നിങ്ങൾ മാതാവിൻ്റെ മധ്യസ്ഥത്തിലെ അവർക്ക് സമാധാനം ആശംസിക്കുക. നിങ്ങൾ മാതാവിൻ്റെ പ്രത്യക്ഷീകരണ സന്ദേശത്തിൻ്റെയും പ്രേക്ഷിതരാകാൻ വേണ്ടി നിങ്ങൾ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിലെ പുനഃസമർപ്പണം ചെയ്യുക. ആ പുനഃസമർപ്പണത്തിൻ്റെ ഭാഗമായിട്ട് തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു ഏതെങ്കിലും പ്രത്യേക സമ്മർദ്ദത്തിലെ ഉടമ്പടിയിൽ നിന്ന് അകന്നു പോയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു വരാനും എല്ലാവരും ഇവിടെ ഇന്ന് ഇക്കാര്യങ്ങളിലെല്ലാം സാക്ഷ്യം പറയണത് ഞങ്ങൾ ഈ ജീവിതം ഇപ്പം ഞാൻ പറഞ്ഞത് കേട്ടതേ ഉള്ളൂ. ഞാൻ കുറച്ച് മുമ്പ് അൾത്താര എന്ന സമയത്ത് കേട്ട സാക്ഷ്യം എന്ന് പറയണത് ഈ ജീവിതകാലം മുഴുവനും ഉടമ്പടി ദൈവം എനിക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഉടമ്പടി എന്നാണ്. അത് ഉടമ്പടി ആണ് ജീവിതം എന്ന് പറയുന്നവരുണ്ട്. എനിക്കിനി ജീവിതം ഉടമ്പടിയാണ് എന്ന് പറയുന്നത് അതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ഓർക്കും, നമ്മൾ ചിന്തിച്ചതിനേക്കാളും അമ്മ ഉടമ്പടി തന്നപ്പോൾ ഞാൻ ആലോചിച്ചതിനേക്കാളും എന്തുമാത്രം വലിയ ആഴത്തിലാണ് മനുഷ്യർ അനുഭവിച്ചതെന്ന് ഓർക്കും. കർത്താവേ, അതുപോലെ അനുഭവത്തിൻ്റെ ഒരു പങ്ക് എല്ലാവർക്കും നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. നിങ്ങളിന്ന് നിങ്ങളുടെ കൂടപ്രഭുക്കളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അവർ ഞാൻ ഈ നിമിഷം പ്രാർത്ഥനയിൽ ഓർക്കുന്നു. നിങ്ങൾ ഈ ആഴ്ച ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾ, ഈ മാസം ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾ നിങ്ങൾക്ക് പറ്റത്തില്ലെന്ന് നിങ്ങൾക്ക് തോന്നിപ്പോയിട്ട് ഇതെങ്ങനെ ചെയ്ത് അവസാനിപ്പിക്കുമെന്ന് വിഷമിക്കുന്ന വിഷയത്തിൻ്റെ മേൽ ഇന്ന് പരിശുദ്ധമ്മ നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. ഈ പ്രത്യക്ഷീകരണത്തിൻ്റെ ദിവസങ്ങളിലെ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ മാരക രോഗങ്ങളിലും തീരെ ശാരീരികമായ വേദനകളിലും ഉറക്കമില്ലാത്തവർ, പ്രഷർ രോഗികൾ, ഷുഗർ രോഗികൾ, ശരീരം മുഴുവൻ ഊത്തറുള്ളവർ, ത്വക്ക് രോഗികൾ, കർത്താവേ നിൻ്റെ വിശുദ്ധമായ രക്തത്താൽ അവരെ കുളിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ വിശുദ്ധമായ രക്തത്താൽ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവർ മറ്റുള്ളവരെ ഈ പ്രാർത്ഥന കേൾക്കുമ്പോൾ അവർ നിങ്ങൾ ആരെക്കുറിച്ചെങ്ങാണ് ഓർക്കുന്നത് അവരുടെ മേലെല്ലാം കർത്താവിൻ്റെ ആശ്വാസത്തിൻ്റെയും സൗഖ്യത്തിൻ്റെയും ശക്തിയുടെയും കൃപയുണ്ടാകട്ടെ പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ദിവസത്തിൻ്റെ മുഴുവൻ ചൈതന്യം ഈ മാസം മുഴുവനും നിറഞ്ഞു നിൽക്കാൻ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശടയാളത്തിൽ ദൈവശക്തിയാൽ നിൻ്റെ എല്ലാ നിയോഗങ്ങളും കർത്താവിട്ടെടുക്കുകയും നിവർത്തിക്കുകയും മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ വലിയ വിലപിടിപ്പുള്ള സാക്ഷിയായി ദൈവം നിന്നെ മാറ്റുകയും ചെയ്യട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാശ്വരശ്വരം നീക്കുവാമേ. ഇന്ന് വലിയ ദിവസമാണ്. ആയിരക്കണക്കിന് മനുഷ്യർ മാതാവിൻ്റെ മരിയ സന്നിധാനം തുറന്നതിൻ്റെ ഭാഗമായി കടലോരത്തൊക്കെ കായൽ മുറിക്കുമ്പോൾ കായലിലെ ജലം വലിയ ജലപ്രവാഹമായി കടലിലേക്ക് എത്തിച്ചേരുന്ന പോലെയാണ് മാതാവിനെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഈ ദിവസം പരിശുദ്ധമ്മയെ കാണാനും പ്രാർത്ഥിക്കാനും ജനങ്ങളെ കൃപാസനത്തിൽ വരുന്ന കഴിഞ്ഞ പോലും ആൾക്കാർക്ക് നിൽക്കാൻ പറ്റാത്ത രീതിയിലുള്ള തിരക്കുകളുണ്ടായിരുന്നു. ഞെരുക്കം, അപകടകരമായ ഞെരുക്കം. ഇപ്രാവശ്യം നമ്മളത് പല സ്ഥലങ്ങളിലേക്ക് ശുശ്രൂഷകളെല്ലാം നിർത്തി ഒരു മാതാവിനെ കണ്ട് ശാന്തവും സൗമ്യമായി അവരുടെ സങ്കടങ്ങളും നന്ദിയും ഒക്കെ പറഞ്ഞ് അൾത്താര തുറന്ന് തൊട്ട് പ്രാർത്ഥിച്ചു പോകുന്ന ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ ഉള്ളത്. രാവിലെ 5 മണിക്കാണ് അൾത്താര തുറന്നത്. ഈ നല്ല ദിവസത്തിൻ്റെ മാതാവിൻ്റെ പ്രത്യക്ഷീകരണം ഏറ്റെടുത്ത് ജീവിതത്തിലേക്ക് പകർത്തിയ ലക്ഷക്കണക്കിന് മനുഷ്യരാണ് ജീവിതം ഇന്ന് ദൈവത്തിൽ ആഘോഷിക്കുന്നത്. എല്ലാത്തിനും നന്ദി പറയുന്ന ഒരു കൃതജ്ഞതാ ദിനം കൂടിയാണിന്ന്. എനിക്ക് വളരെയേറെ പ്രതീക്ഷയുണ്ട്. കാരണം
മാതാവിൻ്റെ പ്രത്യക്ഷീകരണം ലോകവ്യാപകമായ രീതിയിൽ സഭ ഔദ്യോഗികമായി ഏറ്റെടുത്ത് പ്രാർത്ഥിച്ച് അതിൻ്റെ സന്ദേശം പ്രചരിപ്പിക്കുമ്പോൾ ലോകത്തിൻ്റെ പല പ്രശ്നങ്ങൾക്കും ദുരന്തമുണ്ടാകാൻ പോകുന്നു, പ്രാർത്ഥിക്കണമെന്നാണ് അമ്മ അന്ന് പറഞ്ഞത്. എത്ര ദുരന്തങ്ങൾ അതിനുശേഷമാണ് ദുരന്തങ്ങളെല്ലാം വരാൻ തുടങ്ങിയത്. അമ്മ പ്രത്യക്ഷപ്പെട്ട ഡിസംബർ 7-ാം തീയതി ആണെങ്കിലും അടുത്ത ഡിസംബർ ആ മാസം തന്നെ 26-ാം തീയതി ആയപ്പോഴാണ് സുനാമി വന്നത്. പിന്നെ നമുക്കറിയാം ചിക്കൻ ഗുനിയ, 2006 ചിക്കൻ ഗുനിയ, 2009-12 നിപ്പ വൈറസ്, അതിനിടയ്ക്കുള്ള ദുരന്തത്തിൻ്റെ ഇടക്കാല ദുർമുഖം പോലെ തക്കാളിപ്പനികളും പക്ഷിപ്പനികളും, പിന്നീടത് നമ്മളെത്തി ഇത് 18-ൻ്റെ മഹാപ്രളയം, അതിനുശേഷം 19-ൻ്റെ കോവിഡ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഭവിഷ്യത്തുകളൊക്കെ ദുരന്തമായിട്ട് ഇപ്പോഴും നമ്മുടെ മേഖലകളൊന്നും ഇപ്പോഴും ഉണർന്നു വന്നിട്ടില്ലല്ലോ. കടക്കാരുകളെല്ലാം കമ്പോളങ്ങളെല്ലാം ഇപ്പോഴും കടക്കണിയിലാണ്. ആ 2 കൊല്ലം കച്ചവടം ഉണ്ടായിരുന്ന കച്ചവടം പൂട്ടിയതിൻ്റെ പേരിൽ പലിശ ഗവൺമെൻറ്റോ അതുപോലെ തന്നെ ബാങ്കോ പലിശ ഒന്നും ഇളവ് ചെയ്ത് കൊടുത്തില്ലല്ലോ. അതിൻ്റെ പേരിൽ പലിശയായിട്ട് എന്തുമാത്രം മനുഷ്യരാണ് അതിൽ നിന്നും കരകയറിയിട്ടില്ല. അതിൻ്റെ സങ്കടങ്ങളൊക്കെ ഇപ്പോഴും ബാക്കി നിൽക്കുന്നുണ്ട്. അത് ദുരന്തമായി പോവുകയാണ്. ഈ ഒരു കാലത്താണ് അമ്മ ആശ്വാസത്തിൻ്റെ ഒരു പച്ചത്തുരുത്ത് പോലെ ദൈവമായിട്ട് ഉടമ്പടി ചെയ്യാൻ വേണ്ടിയുള്ള ഒരു വലിയ അനുഗ്രഹം തന്നത്. അത് അർത്ഥം മനസ്സിലാക്കി അതിൻ്റെ അകത്ത് അഭിഷേകത്തോടെ മുഴുകിയവരെല്ലാവരും എല്ലാ ക്രൈസിസിലും നിന്ന് അവർ രക്ഷപ്പെട്ടു. പലരും അത് ഒരു അനുഷ്ഠാനം പോലെ എടുക്കുകയും വളരെ ഇക്കോണമിക്കായിട്ട് അതിനെ കാണുകയും ദൈവത്തിന് പ്രാധാന്യം കൊടുക്കുന്നതിന് പകരം ദൈവമായിട്ടുള്ള ബന്ധത്തിന് പ്രാധാന്യം കൊടുക്കുന്ന പകരം തങ്ങളുടെ കാര്യസാധ്യത്തിന് വേണ്ടി മാത്രം അത് അതിൻ്റെ അകത്ത് ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാർക്കാണ് അല്പമെങ്കിലും അധ്യയനം വരൾച്ച വന്നത്. ബാക്കി എല്ലാവരും പറഞ്ഞ സാക്ഷ്യങ്ങൾ എനിക്ക് ഏറ്റവും വലിയ സന്തോഷം തോന്നിയത് ഉടമ്പടിയുടെ ഏറ്റവും വലിയ ഫലം എന്ന് പറയുന്നത് ലൂക്കാസ് വിശേഷം 2:30 എല്ലാ മനുഷ്യർക്കും വേണ്ടി ഒരുക്കിയിരിക്കുന്ന രക്ഷ എന്തെന്നാൽ സകല ജനതകൾക്കും വേണ്ടി അങ്ങ് ഒരുക്കിയിരിക്കുന്ന രക്ഷ എന്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു. എല്ലാ മനുഷ്യർക്കും വേണ്ടിയുള്ള സന്തോഷത്തിന്റെ സദ്വാർത്ത അത് ഉടമ്പടിയിലാണ് നമ്മൾ ശരിക്കും അനുഭവിക്കുന്നത്. ഉടമ്പടി നിർത്താത്ത ഒരു ക്രിസ്മസ് അനുഭവമാണ്, ഒരു രക്ഷാനുഭവമാണ്. എല്ലാ മനുഷ്യരും ഉടമ്പടി ചെയ്യുന്ന എല്ലാ തരം മനുഷ്യർക്കും ദൈവം വലിയ അനുഭവങ്ങളും അനുഗ്രഹങ്ങളും നൽകുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു നല്ല ദിവസത്തിൻ്റെ എല്ലാ മംഗളങ്ങളും നിങ്ങൾക്കിവിടെ വരാൻ കഴിഞ്ഞില്ല എന്നെങ്കിലും നിങ്ങൾ വിഷമിക്കരുത്. ഞങ്ങൾ ഇന്ന് മുഴുവൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഇവിടെ നടക്കുന്ന എല്ലാ പരിശുദ്ധ കുർബാനകളിലും ആരാധനകളിലും എല്ലാം ഞങ്ങൾ ഓർക്കും. യേശുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പേര് സോന ഷൈജി. ഞാൻ വരുന്നത് എറണാകുളം ജില്ലയിൽ ഏനാനല്ലൂർ എന്ന സ്ഥലത്താണ്. പരിശുദ്ധ അമ്മ വഴി ഈശോ എനിക്ക് എൻ്റെ കുടുംബത്തിനും എൻ്റെ സുഹൃത്തിനൊക്കെ നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാനാണ് ഞാൻ ഇവിടെ ആയിരിക്കുന്നത്. നഴ്സിംഗ് പഠിത്തം കഴിഞ്ഞിട്ട് എന്തെടുക്കണം, എങ്ങനെ പുറത്തു പോകണം, എങ്ങനെ കുടുംബം മുന്നോട്ട് പോകണം എന്നൊരു വലിയൊരു ചോദ്യചിഹ്നമായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും OET എന്നൊക്കെ പറഞ്ഞപ്പോഴും എൻ്റെ മനസ്സിൽ ഞാനിവിടെ വന്ന് ഉടമ്പടി വെച്ചു. അതിനു മുന്നേ എൻ്റെ വീട്ടിൽ ഉടമ്പടി വെച്ച് ഒരുപാട് അനുഗ്രഹങ്ങൾ പരിശുദ്ധ അമ്മ വഴി ഈശോ എൻ്റെ കുടുംബത്തിന് നൽകുകയുണ്ടായി. അപ്പോൾ ഉടമ്പടി വെച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഉടമ്പടിയിൽ വെച്ചു, അമ്മയെ എനിക്ക് എന്താ എടുക്കേണ്ടതെന്നുള്ളതൊന്നും അറിയത്തില്ല, അമ്മ എനിക്കൊരു വഴി കാണിച്ചു തരണം എന്ന് പറഞ്ഞു. അങ്ങനെ ജർമ്മൻ പഠിക്കാൻ ഇവിടെ നിന്ന് എപ്പോൾ ഇറങ്ങിയാലും മനസ്സിലേക്ക് വരുന്നത് ജർമ്മൻ എന്നുള്ളൊരു ചിന്ത മാത്രമായിരുന്നു. അങ്ങനെ ജർമ്മൻ പഠിക്കാൻ വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് തീരുമാനിച്ചു. ഞാനും എൻ്റെ ഒരു കൂട്ടുകാരും വേറൊരാളും ഉണ്ടായിരുന്നു. ഞങ്ങൾ 3 പേരും അങ്ങനെ ജർമ്മൻ പഠിക്കാൻ തീരുമാനിച്ചു. പക്ഷേ നഴ്സിംഗ് പഠിത്തം അതുപോലെ തന്നെ +2 വരെ ഞാൻ അത്യാവശ്യം നന്നായി പഠിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആയതുകൊണ്ട് ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ ഒരു സപ്പോർട്ടിങ് മാത്രമാണ്
എൻ്റെ ഒരു മെറിറ്റ് കൊണ്ടും എനിക്ക് കിട്ടും എന്നൊരു ചിന്ത എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ജർമ്മൻ എക്സാം എഴുതാൻ വേണ്ടി പോയി. അതുപോലെ തന്നെ ഡേറ്റ് കിട്ടാൻ ഒരുപാട് കഷ്ടപ്പെട്ടു. അതും ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് ഒരു ഡേറ്റ് കിട്ടി. അങ്ങനെ എക്സാം എഴുതിയപ്പോൾ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു, കിട്ടും, ഇനി ഉടമ്പടി ഒന്ന് സപ്പോർട്ട് ചെയ്യുമല്ലോ എന്നുള്ളൊരു ചിന്ത എൻ്റെ മനസ്സിൽ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ എക്സാം എഴുതിയപ്പോൾ 2 മൊഡ്യൂൾ പാസ്സായി. എനിക്ക് ഏതാണോ എളുപ്പമെന്ന് തോന്നി 2 മൊഡ്യൂൾ ഞാൻ ഫെയിലായി, റൈറ്റിങ്ങും സ്പീക്കിങ്ങും. പിന്നീടുള്ള എൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ ഭയങ്കര സഹനമായിരുന്നു. സഹനം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ B1 പഠിച്ചുകൊണ്ടാണ് B2 എക്സാം എഴുതുന്നത്. അപ്പോഴും 2 മൊഡ്യൂൾ കിട്ടിക്കഴിഞ്ഞപ്പോഴും ഇനിയും 2 മൊഡ്യൂൾ കിട്ടുമല്ലോ എന്നുള്ളൊരു ഓവർ കോൺഫിഡൻസ് എൻ്റെ മനസ്സിലും വന്നു. കാരണം B1 പഠിച്ചുകൊണ്ട് B2 2 എക്സാം എഴുതാമെങ്കിൽ ഇനി അതുകൂടെ ഉടമ്പടിയും കൂടെ ചേർത്ത് നിർത്തിയാൽ ഒരു കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുന്നൊരവസ്ഥയിൽ ഞാൻ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ എനിക്ക് പിന്നീടുള്ളതെല്ലാം ഭയങ്കര സഹനങ്ങളായിരുന്നു. അതായത് ഞാൻ വീണ്ടും ഉടമ്പടി പുതുക്കി, എൻ്റെ എക്സാം പാസ്സായില്ല. പക്ഷെ ഞാൻ ഓരോ തവണയും തോറ്റു പോകുമ്പോഴും ഞാൻ ഒരിക്കലും പിന്മാറിയില്ല. കാരണം ഞാൻ വന്ന് പ്രാർത്ഥിച്ചത് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മുന്നിലാണ്. ഈ അമ്മ എന്നെ ഒരിക്കലും കൈവിടില്ല എന്ന് എനിക്ക് ഉറച്ചൊരു ദൃഢമായ വിശ്വാസം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. വീണ്ടും ഉടമ്പടി പുതുക്കി കഴിഞ്ഞപ്പോൾ ഞാൻ ബാംഗ്ലൂർ റൈറ്റിങ്ങിന് വേണ്ടി എക്സാമിന് ഡേറ്റ് എടുത്തു. അവിടെ പോയി ഞാൻ എക്സാം എഴുതി. വീണ്ടും ഒരു ഡേറ്റ് ഗോവയിൽ പോയി എക്സാം എഴുതാൻ വേണ്ടി ഡേറ്റ് എടുത്തു. അപ്പോഴും അമ്മോട് പറഞ്ഞു, അമ്മേ ഞാനിപ്പോൾ 2 സ്ഥലത്ത് ഡേറ്റ് എടുത്തു, ഇല്ലാത്ത പൈസയും മുടക്കി ഞാൻ ഈ പോയി ഡേറ്റ് എടുത്ത് പരീക്ഷ എഴുതുന്നത്, ഇതിലെങ്കിലും എന്നെ അമ്മ പാസ്സാക്കി തന്നെ എന്ന് പറഞ്ഞു. ഞാൻ ബാംഗ്ലൂർ പോയി എഴുതി. റിസൾട്ട് വന്നു. ഗോവയുടെ റിസൾട്ട് വന്നില്ല, അതിന് മുന്നേ ബാംഗ്ലൂരിൻ്റെ റിസൾട്ട് വന്നു. റിസൾട്ട് വന്നപ്പോൾ എനിക്ക് റൈറ്റിങ്ങിന് കിട്ടിയ മാർക്ക് 100-ൽ 19 മാർക്ക്. ചങ്ക് തകർന്നു പോയി. എന്നാലും മാതാവേ, ഞാൻ വീണ്ടും ഉടമ്പടി പുതുക്കി, വീണ്ടും ഞാൻ ശക്തമായി പ്രാർത്ഥിച്ചിട്ടും എൻ്റെ അമ്മ എനിക്ക് തരാത്തെ, ഇത്രയും പൈസ കളഞ്ഞിട്ടും എന്ന് ഞാൻ വീണ്ടും, എന്നാലും എൻ്റെ മനസ്സിലൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, ഇല്ല, ഞാൻ എത്രയൊക്കെ തകർന്നു പോയാലും എൻ്റെ ഞാൻ വന്നത് കൃപാസന അമ്മയുടെ ആൾത്താരുടെ മുന്നിലാണെങ്കിൽ എനിക്ക് ഉറപ്പായിട്ടും പാസ്സാകാൻ പറ്റുമെന്നൊരു ദൃഢമായ വിശ്വാസം എനിക്കുണ്ടായിരുന്നു. ഞാൻ ഈ സെയിം ടോപ്പിക്ക്, അതായത് റൈറ്റിംഗ്, എനിക്ക് ബാംഗ്ലൂർ ഏത് ടോപ്പിക്കാണോ വന്നേ, ഞാൻ 19 മാർക്കിന് തോറ്റുപോയ അതേ ടോപ്പിക്ക് തന്നെ എനിക്ക് ഗോവയിൽ എക്സാമിന് വന്നു. ആ സെയിം ടോപ്പിക്ക് ഞാൻ കരഞ്ഞുകൊണ്ട് എക്സാം എഴുതുന്നത്. ഞാൻ കാശുരും കൈ പിടിച്ചിട്ടുണ്ട്. അവിടെ ഫുൾ ചെക്കിംഗ് ആണ്. ഒരു കമ്മൽ പോലും ഇടിപ്പിക്കാത്ത രീതിയിലാണ് അവർ ഉള്ളിലേക്ക് കയറ്റിയത്. ഞാൻ ഉപ്പെടുത്ത് എൻ്റെ ജീൻസിൻ്റെ പോക്കറ്റിലിട്ടു. ഞാൻ ആ ഉപ്പ് അവിടെ വെതറി കരഞ്ഞുകൊണ്ട് ഞാൻ എഴുതിയത്. പക്ഷേ ഞാൻ റിസൾട്ട് വന്ന സമയമായി. അപ്പോൾ ഒരു ഒക്ടോബർ മാസത്തിലാണ് എൻ്റെ റിസൾട്ട് തന്നെ. അപ്പോൾ അന്ന് എൻ്റെ ഒക്ടോബർ 21 എൻ്റെ ബർത്ത്ഡേ. അപ്പോൾ ഞാൻ അമ്മോട് പറഞ്ഞു, അമ്മേ എല്ലാവർക്കും അമ്മ ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ടല്ലോ, എനിക്കും, ഞാൻ എത്ര തവണയായി ഞാനിപ്പോൾ ഇത് എഴുതാൻ തുടങ്ങിയിട്ട്, എനിക്കും എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് തന്നെ എന്ന് അമ്മോട് പ്രാർത്ഥിച്ചു. അങ്ങനെ ഒക്ടോബർ 19 എനിക്ക് റിസൾട്ട് വന്നു. റിസൾട്ട് വന്നപ്പം ഞാൻ ബാംഗ്ലൂരിലെ ഏത് ടോപ്പിക്കിലാണോ ആ സെയിം ടോപ്പിക്ക് തന്നെ ഇവിടെ വന്ന്, അതിലേതിലാണോ 19 മാർക്കിൽ തോറ്റുപോയി എനിക്ക് 79 മാർക്ക് തന്നെ എൻ്റെ അമ്മ എന്നെ അനുഗ്രഹിച്ചു. പിന്നീട് അത് കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും സ്പീക്കിംഗ് കിടക്കുവാണ്. സ്പീക്കിങ്ങിന് ഇനി എങ്ങനെ എഴുതും? ഞാൻ അമ്മയോട് പറഞ്ഞു, നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്, എൻ്റെ കഴിവുകളെല്ലാം തോറ്റു, ഇനി എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, അമ്മ എന്തേലും എനിക്കൊരു വഴി കാണിച്ചു തന്നെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ സ്പീക്കിങ്ങിന് ഡേറ്റ് വീണ്ടും എടുത്തു. സ്പീക്കിംഗ് എഴുതി. ഞാൻ വീണ്ടും തോറ്റു. എന്നാലും ഞാൻ ഉടമ്പടിയിൽ നിന്ന് പിന്മാറിയില്ല. പക്ഷെ എനിക്ക് എന്ത് കിട്ടും, അല്ലെങ്കിൽ ജർമ്മൻ പാസ്സാകോ ഇല്ലയോ, അതൊന്നും അല്ല എൻ്റെ ഒരു മെയിൻ വിഷയം. ഞാൻ എത്രമാത്രം ഉടമ്പടിയിൽ എന്നെ അമ്മ കൈവിടില്ല എന്നുള്ളൊരു ഉറച്ച ദൃഢമായ വിശ്വാസമാണ് എൻ്റെ മുന്നിൽ ഏറ്റവും വലിയ കാര്യമായിട്ടുണ്ടായിരുന്നത്. എല്ലാവരും എന്നോട് ചോദിക്കും, നീ ഇത്ര ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചിട്ട് എന്തേ നിനക്ക് കിട്ടാത്തേന്ന് ചോദിക്കും. പക്ഷെ എൻ്റെ മനസ്സിലൊരു ദൃഢമായൊരു ബോധ്യമുണ്ട്, മാതാവ് എന്നെ ഇവിടെ എത്തിച്ചാണെങ്കിൽ അമ്മയ്ക്കറിയാം ഈ ജർമ്മൻ പാസ്സാവുക എന്നുള്ളത് ജർമ്മനി പോകാനാണല്ലോ, അമ്മ അത് എത്തിച്ചിരിക്കും. അതിൽ എൻ്റെ യോഗ്യത കൊണ്ടല്ല, അമ്മയ്ക്കൊരു തീരുമാനമുണ്ട്, അമ്മ വഴി ഈശോ എന്നെ അവിടെ എത്തിക്കും എന്നുള്ള ഉറച്ച വിശ്വാസം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. വീണ്ടും ഞാൻ സ്പീക്കിംഗ് എഴുതി. സ്പീക്കിംഗ് എനിക്ക് കിട്ടിയില്ല. അപ്പോൾ എനിക്ക് ഒത്തിരി സങ്കടമായി. അപ്പോൾ ഞാനൊരു കരഞ്ഞുകൊണ്ട് ലൈറ്റ് അയക്കാൻ പ്രെയർ റിക്വസ്റ്റ് ഇട്ടു. പ്രെയർ റിക്വസ്റ്റ് ഇട്ട് കഴിഞ്ഞ് ഒരു കുറച്ച് മിനിറ്റുകൾക്കുള്ളിൽ എൻ്റെ ഒരു കൂട്ടുകാരി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, 3 മൊഡ്യൂൾ വെച്ചിട്ട് അല്ലെങ്കിൽ B1 വെച്ചിട്ട് പ്രോസസ്സിങ് ചെയ്യുന്നൊരു ഏജൻസി അറിയാം, അവരുടെ ഒന്ന് വിളിച്ചു നോക്കാൻ പറഞ്ഞു. അവരെ കോൺടാക്ട് ചെയ്തു. ഞങ്ങൾ 3 പേരും അവരെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞപ്പം അവർ ഞങ്ങൾക്ക് പ്രോസസ്സിങ്ങിന് കരളും ചെയ്യാൻ എല്ലാം ബില്ലിംഗ് ആണ്. അതിനു മുന്നേ ഞങ്ങൾ വേറൊരു ഏജൻസി കൊടുത്തിട്ട് നമുക്ക് അവിടെ ജർമ്മനിയിൽ വർക്ക് ചെയ്യണമെങ്കിൽ അവിടെ ഏതെങ്കിലും ഒരു സ്റ്റേറ്റിൽ ഒരു ബെഷൈഡ് കിട്ടണം. അങ്ങനെ ഞങ്ങൾക്ക് ഒരു സ്റ്റേറ്റിൽ ബെഷൈഡ് കിട്ടി. പക്ഷെ അതിലെ കരളെല്ലാം തെറ്റായിരുന്നു. അവർ കറക്റ്റായിട്ടെല്ലാം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് മനസ്സിലായി. അത് കഴിഞ്ഞപ്പോൾ അത് ഇവരോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവരത് നമുക്ക് ആ സ്റ്റേറ്റിൽ നിന്ന് വേറൊരു സ്റ്റേറ്റിലേക്ക് ആ രജിസ്ട്രേഷൻ മാറ്റി കിട്ടണമെങ്കിൽ
നമ്മുടെ കയ്യിലുകൊണ്ട് ഒന്നും നിൽക്കുന്നൊരു കാര്യമല്ല. നമ്മൾ കാശ് കൊടുത്താലോ നമുക്ക് അവിടെ പോയി ചെയ്താലോ ഒന്നും നിൽക്കുന്ന കാര്യമില്ല. പക്ഷെ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവ് ഞങ്ങളുടെ 3 പേരുടെ രജിസ്ട്രേഷൻ അവിടെ ബ്ലോക്കായി കിടക്കുക, അമ്മ എന്തെങ്കിലും കാര്യത്തിൽ ഇടപെടണം. സഞ്ചാരി മാതാവ് ജർമ്മനി പോയി, എൻ്റെ കൂടെ അമ്മ ജർമ്മനി വന്നമെന്ന് അമ്മ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അമ്മ തന്നെ തിരുത്തി തന്നെ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾക്ക് 3 പേർക്കും, അതായത് അവർ പറഞ്ഞത് 2026 ജനുവരി 4-ാം തീയതിയാണ് ഞങ്ങൾക്ക് പുതിയൊരു രജിസ്ട്രേഷൻ കിട്ടുള്ളൂ. പക്ഷേ ഞങ്ങൾക്ക് അതായത് ഞങ്ങൾ ഇത് സബ്മിറ്റ് ചെയ്തതിന് 4 ദിവസത്തിനുള്ളിൽ ഞങ്ങൾക്ക് പുതിയ ബെഷഡ് SN സ്റ്റേറ്റിൽ ഞങ്ങൾക്ക് പുതിയൊരു രജിസ്ട്രേഷൻ ഞങ്ങൾക്ക് 3 പേർക്കും കിട്ടി. അതിന് അമ്മയുടെ ഒത്തിരി നന്ദി പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഞങ്ങൾ, എൻ്റെ സുഹൃത്താണ് അശ്വതി ഉടമ്പടി എടുത്താണ്, അക്രൈസ്തവയായ സഹോദരിയാണ്. പക്ഷേ ഇവൾ ഉടമ്പടി എടുത്ത ശേഷം 3 മൊഡ്യൂൾ ഇവക്കും ചെറുവിന് കിട്ടി. പക്ഷെ 4ാമത്തെ മൊഡ്യൂളായപ്പോൾ കുറച്ചൊരു ഉടമ്പടിയിൽ നിന്നൊരു അകലിച്ച പോണക്ക് തോന്നി. അപ്പോൾ ഇവക്ക് 4ാമത്തെ മൊഡ്യൂൾ ലേസൺ എഴുതാൻ വേണ്ടി ഇവക്ക് ഡേറ്റ് കിട്ടിയായിരുന്നു. പക്ഷേ അവളവിടെ എക്സാമിന് ചെന്നപ്പോൾ ഇവക്ക് എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. അവർ പറയണത് നിങ്ങളുടെ സൈറ്റ്, അതായത് നിങ്ങൾ ബ്ലോക്കായി പോയേക്കുമെന്നാണ് അവർ പറയണേ. അവൾ കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് എന്നെ വിളിച്ചു, സോന എനിക്കിങ്ങനെ പറ്റുന്നില്ല, എന്താ ചെയ്യുക? ഞാൻ പറഞ്ഞു, നീ ഉടമ്പടിയിൽ എന്നാണോ ഉഴപ്പ് കാണിച്ചേ അതാണ്, നിനക്ക് എത്ര നമുക്ക് കിട്ടുകയോ ഇല്ലയോ എന്നൊന്നുമല്ല, മാതാവിൽ നമ്മൾ അടിയുറച്ച് ഈശോയോട് ചേർന്ന് നിൽക്കുന്നുണ്ടോ എന്നുള്ള കാര്യം. അശ്വതി എൻ്റെ കൂടെ ഇവിടെ വന്ന് വീണ്ടും ഉടമ്പടി പുതുക്കാൻ വേണ്ടി മോളിൽ കയറിയിരുന്നപ്പോൾ ഗോയിത്രയെന്ന് വിളിക്കുവാണ്, അശ്വതിക്ക് ബ്ലോക്ക് മാറി വീണ്ടും വന്ന് നിങ്ങൾക്ക് എക്സാം എഴുതാന്നുള്ളത്. അത് വലിയൊരു അനുഗ്രഹമാണ് ഞങ്ങളുടെ ജീവിതത്തിൽ കിട്ടിയത്. പിന്നെ ഞങ്ങളുടെ പ്രോസസ്സിങ് കാര്യങ്ങളെല്ലാം സ്റ്റാർട്ട് ചെയ്തു. ഞങ്ങൾ വിസയ്ക്ക് വെച്ചു. അതിന് മുന്നേ ഞങ്ങൾക്ക് ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. ഇൻ്റർവ്യൂവിൽ ഒന്നാമത് എനിക്കറിയാം എനിക്ക് യാതൊരു മെറിറ്റില്ല, കാരണം ഞാൻ സ്പീക്കിംഗ് പാസ്സാവാത്ത ഒരാളാണ്. കാരണം നമുക്ക് എത്ര സംസാരിക്കാൻ അറിയാമെന്നുണ്ടെങ്കിലും ലീഗലി നോക്കുമ്പോൾ ആ ഒരു സർട്ടിഫിക്കറ്റ് എനിക്കില്ല. അപ്പം ഞാൻ എങ്ങനെയാണ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ 1000 തവണ ചെയ്തപ്പോൾ അവർ പറഞ്ഞു ഔഷ്പ്രാഹ്യ അത്ര ഓക്കെ ആയിട്ടില്ല, കുറച്ചുകൂടെ ഫ്ലുവൻസി വേണം എന്നൊക്കെ. അപ്പം ഞാൻ വീട്ടിൽ വന്നിരുന്ന് മാതാവിൻ്റെ അടുത്ത് ഇതുപോലെ ഒരു മാതാവിൻ്റെ ഒരു സ്റ്റാച്ചു ഞാനും മേടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ആ രൂപ എടുത്ത്, അതായത് ഇൻ്റർവ്യൂ നടക്കുന്ന സ്ഥലത്തിന് ചുറ്റും ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു. മേശയിൽ മാതാവിൻ്റെ രൂപ എടുത്ത് വെച്ചു. ഇൻ്റർവ്യൂവിന് കൈ മാതാവിൻ്റെ ദേഹത്ത് വെച്ചിട്ടാണ് ഞാൻ അറ്റൻഡ് ചെയ്തത്. ഫസ്റ്റത്തെ തന്നെ എൻ്റെ ആയിരുന്നു ഇൻ്റർവ്യൂ കഴിഞ്ഞപ്പോൾ എൻ്റെ ജർമ്മകാരൻ എനിക്ക് ഫോണിൽ മെസ്സേജ് അയച്ച്, സർ ഗുഡ് പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ. കാരണം എനിക്കറിയാം ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. കാരണം അവർ ആ പറയുന്ന മനുഷ്യൻ എന്തിനു പറയുമ്പോൾ ഞാനിങ്ങനെ അന്താളിച്ച് നിൽക്കും, എന്ത് പറയും യാ ബിറ്റെ എന്ന് മാത്രമേ എനിക്ക് പറയാൻ അറിയുള്ളൂ. പക്ഷേ അതെങ്ങനെയാണ് പാസ്സാക്കി തന്നേന്നുള്ള കാര്യം എനിക്കറിയത്തില്ല. അതെനിക്ക് പരിശുദ്ധ അമ്മ വഴി ഈശോ ചെയ്തു തന്നൊരു അനുഗ്രഹം മാത്രമാണ്. പിന്നെ അങ്ങനെ ഞങ്ങളുടെ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തു. ഞങ്ങളുടെ പ്രോസസ്സിംഗ് ഒക്കെ ആയി. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വിസ സബ്മിഷൻ എല്ലാം പെട്ടെന്നായിരുന്നു. സമയത്തിൻ്റെ അമ്മ ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും വളരെ സ്പീഡിൽ ലൈറ്റ് വെയ്റ്റായിട്ട് എല്ലാ കാര്യങ്ങളും നടത്തുകയാണ്. വീണ്ടും തടസ്സം, ഒന്നിനു മേലെ തടസ്സങ്ങൾ വീണ്ടും വന്നുകൊണ്ടിരിക്കുകയാണ്. വിസയ്ക്ക് സബ്മിറ്റ് ചെയ്തു. ഞങ്ങൾക്ക് ജോയിനിങ് ഡേറ്റ് നവംബർ 1 നവംബർ 1 ഞങ്ങൾക്ക് അവിടെ എത്താൻ പറ്റിയില്ല. അപ്പോൾ വിസ വരുന്നത് ഭയങ്കര താമസം. വീണ്ടും ഞാൻ ലൈറ്റേക്കാനും പ്രയർ റിക്വസ്റ്റ് ഇട്ടു. ഇട്ടിട്ട് ഞാനൊരു വചനം എടുത്തപ്പോൾ എനിക്ക് കിട്ടുന്ന ആമോസിൻ്റെ പുസ്തകം 9-ാം അധ്യായം 10 മുതൽ 15 വരെയുള്ള തിരുവചനങ്ങളാണ്. ഇസ്രായേലിൻ്റെ പ്രതീക്ഷ. കർത്താവ് പറയുന്നുണ്ട്, നിന്റെ മുന്തിരിത്തോപ്പുകൾ ഞാൻ വീണ്ടും തളർപ്പിക്കും, നിന്റെ കോട്ടകൾ ഞാൻ പുതുക്കി പണിയും, ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് നിന്നെ സംരക്ഷിക്കും, നിന്നെ ഞാൻ ഉയർത്തിക്കൊണ്ടുവരും എന്നുള്ളത്. ആ വചനം ഒത്തിരി ശക്തിപ്പെടുത്തി. കാരണം നമ്മൾ ഈ VFSലേക്ക് മെയിൽ അയച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവരും പറയും സമയത്ത് നമുക്ക് റെസ്പോണ്ട് ചെയ്യില്ലെന്ന്. ഞാൻ മാതാവിനോട് എല്ലാ വെള്ളിയാഴ്ചകൾക്ക് മുന്നിലും മാതാവ് എനിക്കൊരു അടയാളം കാണിച്ചു തരും. എല്ലാ വെള്ളിയാഴ്ച ഞാൻ എൻ്റെ അടുത്ത് മാതാവിൻ്റെ ഒരു പള്ളിയിൽ എല്ലാ വെള്ളിയാഴ്ചകളും ഞാൻ കുർബാനയ്ക്ക് പോകും. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഞാൻ എപ്പോഴും ഇവിടെ വരാൻ പറ്റാത്തതുകൊണ്ട് പറയും, മാതാവേ സഞ്ചാരി അമ്മ എവിടെയുണ്ടല്ലോ, അമ്മ അവിടെ വന്ന് എൻ്റെ പ്രാർത്ഥന കേൾക്കണേ. അങ്ങനെ ഞാൻ എല്ലാ വെള്ളിയാഴ്ചകൾക്ക് മുന്നിലും അമ്മ എനിക്ക് ഉത്തരം നൽകും. അപ്പോൾ ഞാൻ ഈ വചനം 14-15 ഞാൻ ഈ അമ്മോട് പറഞ്ഞു, 14-15 എന്തെങ്കിലും എനിക്കൊരു അടയാളം കാണിച്ചതെന്ന്. ഈ 14-ാം തീയതി ഞാൻ ഇവർക്ക് VFSലേക്ക് മെയിൽ ചെയ്യുന്നു. 15-ാം തീയതി അവരെനിക്കൊരു റിപ്ലൈ മെയിൽ തരുന്നു, നിങ്ങളുടെ അണ്ടർ പ്രോസസ്സിംഗ് ആണെന്ന് പറയുന്നു. വീണ്ടും നമ്മോട് പറഞ്ഞു, അമ്മേ അടുത്ത ആഴ്ച സമയം കൂടെ ഉണ്ട്, അടുത്ത വെള്ളിയാഴ്ച കൂടെ ഞാൻ അമ്മയ്ക്കൊരു സമയം തരും, അമ്മ സമയത്തിൻ്റെ അമ്മയല്ലേ അതിൻ്റെ ഇടയിൽ ഇടപെടണേ തോന്നും. അങ്ങനെ ഞങ്ങളുടെ അമ്മോട് ഞാൻ പറഞ്ഞായിരുന്നു, ഞങ്ങൾ വിസ വന്നിട്ടുണ്ടെങ്കിൽ വേറെ ആരോടും പറയില്ല, ഏജൻസിയോട് പോലും ഞങ്ങൾക്കൊരു ടിക്കറ്റ് എടുക്കുന്ന കാര്യം പറയില്ല, അമ്മയുടെ മുമ്പിൽ വന്ന് സാക്ഷ്യം പറഞ്ഞിട്ട് അമ്മയുടെ മുമ്പിൽ ഈ പാസ്പോർട്ട് കാണിച്ചിട്ടേ ഞങ്ങൾ ആരോടും പറയുള്ളൂ എന്ന് പറഞ്ഞു. ആരോടും പറഞ്ഞില്ല. ഞങ്ങൾക്ക് ഇന്നലെ വിസ വന്നു. ഞങ്ങളുടെ 2 പേരുടെയും 7-ാമത്തെ പേജിൽ ഞങ്ങൾക്ക് ജർമ്മനിക്ക് പോകാനുള്ള വിസ അടിച്ചിട്ടുണ്ട്. ഈശോയ്ക്കും അമ്മയ്ക്കും ഒരുപാട് നന്ദി. വലുതും ചെറുതുമായ ഒരുപാട് അനുഗ്രഹങ്ങൾ പരിശുദ്ധ അമ്മ ഞങ്ങൾക്ക് തന്നു. ഞങ്ങൾ ഈ ആഴ്ച അല്ലെങ്കിൽ ഞങ്ങൾ ജർമ്മനിക്ക് പോവുകയാണ്. ഇനിയും അതായത് പിന്നെ വേറൊരു ഇതെന്ന് പറയണത്, അമ്മ ഞങ്ങളുടെ കൂടെ, അതായത് എന്നെ ഉടമ്പടി എടുത്തതും എല്ലാ കാര്യങ്ങളും ചെയ്തതും പരിശുദ്ധ അമ്മയാണെങ്കിൽ അവിടെ ചെല്ലുമ്പോഴും അമ്മ ഞങ്ങളുടെ കൂടെ ഉണ്ടാവും എന്നുള്ളൊരു തെളിവായിട്ട് ഞങ്ങൾ വർക്ക് ചെയ്യാൻ പോണ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പേര്
മാതാവിൻ്റെ പേരിന് തുടക്കമുള്ള മരിയൻ ഫ്രീഡ് എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് ഞങ്ങൾ പോകുന്നത്. അതൊക്കെ പരിശുദ്ധ അമ്മ തന്ന വലിയൊരു അനുഗ്രഹമാണ്. അതിന് ഈശോയ്ക്കും മാതാവിന് ഒരുപാട് നന്ദി. പിന്നെ ഉടമ്പടി എടുത്തത് വഴി ഞാൻ ചെയ്യുന്ന കാരുണ്യ പ്രവർത്തികൾ എന്ന് പറയുന്നത്, ഞാൻ എപ്പോഴും പറയുമായിരുന്നു, അമ്മേ എനിക്ക് ഒത്തിരി ഒന്നും കൊടുക്കാനൊന്നുമില്ല, പക്ഷേ എനിക്ക് കിട്ടുന്ന ശമ്പളത്തിൻ്റെ ഒരു വീതം എല്ലാ മാസവും ഒരു വീതം അർഹതപ്പെട്ടവർക്കുടെ കയ്യിലേക്ക് മരുന്ന് മേടിക്കാനായിട്ട് എന്തിനെങ്കിലും ആയിക്കോട്ടെ അത് ഞാൻ കൊടുക്കുമെന്ന് പറഞ്ഞ് അത് ഞാൻ ചെയ്യാറുണ്ട്. പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞാൻ പത്രം പൊതുമേഖലയിൽ കൊടുക്കണം. മെഡിക്കൽ കോളേജിലേക്ക് പോകുമ്പോൾ എന്നെ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ നിന്നൊക്കെ സെക്യൂരിറ്റിമാർ പുറത്താക്കിയിട്ടുണ്ട്, നാണം കെട്ടിട്ടുണ്ട്. പക്ഷേ പുറത്തിറങ്ങി നിന്നാലും ഞാൻ ധൈര്യപൂർവ്വം കൊടുക്കും. കാരണം എനിക്ക് ഇതിലും വലിയൊരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഞാൻ അവിടെ നിന്ന് ചെയ്യേണ്ടവളല്ല എന്നൊരു ബോധ്യം എനിക്കുണ്ട്. അതുകൊണ്ട് ഞാൻ എൻ്റെ ഈശോയ്ക്കും അതിനു വേണ്ടി പത്രപ്രവർത്തനം നന്നായി ചെയ്യാറുണ്ട്. പിന്നെ ആത്മീയതയിൽ വന്ന എനിക്കൊരു മാറ്റം എന്ന് പറയുന്നത്, വിശുദ്ധ കുർബാന ചെറുപ്പം മുതൽ അമ്മ ഞങ്ങളെ പള്ളിയിൽ വിടുന്നുണ്ട്. എനിക്ക് അതൊരു തടസ്സമായിട്ട് അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല. പക്ഷെ കൊന്ത ചെല്ലണത് സന്ധ്യാപ്രാർത്ഥനയിൽ കുരിശ് വരയ്ക്കുമ്പോൾ മാത്രം ഞാൻ കൊന്ത ചെല്ലാറുള്ളൂ. പക്ഷെ ഉടമ്പടി എടുത്തത് വഴി എനിക്ക് കൊന്ത ചെല്ലാനുള്ള വലിയൊരു അനുഗ്രഹം കിട്ടി. കാരണം ഞാൻ ബസ്സിലൊക്കെ പോകുമ്പോഴും എന്തോരം നേരം യാത്രയുണ്ടെങ്കിലും ഞാൻ വല്ല സിനിമയുടെയോ സീരിയലിൻ്റെ പാട്ടോ ആലോചിച്ചുകൊണ്ടിരുന്നാലും കൊന്ത ഞാൻ ഒരിക്കലും ചെല്ലായിരുന്നു. ഇപ്പം എവിടെ പോയാലും ജപമാല എടുക്കാനും കൊന്ത ചെല്ലാനുള്ള വലിയൊരു അനുഗ്രഹം കിട്ടി. പിന്നെ എന്ത് പ്രതിസന്ധി ഘട്ടം വന്നാലും ആ പ്രതിസന്ധിയിലെല്ലാം ഞാൻ വചനം എടുത്ത് വായിക്കും. വചനത്തിൽ എനിക്കെല്ലാം നല്ലൊരു, അതായത് പോസിറ്റീവായിട്ടുള്ള ഒരു അനുഭവം എനിക്ക് വചനത്തിലൂടെ തെളിയിച്ചു തരും. അങ്ങനെ പരിശുദ്ധ അമ്മ വഴി ഈശോ നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒരുപാട് നന്ദി. പരിശുദ്ധ അമ്മ വഴി യേശു നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാനാണ് ഞങ്ങൾ ഇന്നിവിടെ എത്തിയിരിക്കുന്നത്. എൻ്റെ പേര് അശ്വതി. ഞാൻ തൊടുപുഴയിൽ നിന്നുമാണ് വരുന്നത്. ഞാനൊരു ഹിന്ദുവാണ്. ഹിന്ദു കമ്മ്യൂണിറ്റിയിൽ നിന്നും വരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. പണ്ട് എനിക്കൊരു കൃപാസനം പത്രം കിട്ടിയപ്പോൾ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു കൃപാസനത്തിൽ വരുവാനും ഉടമ്പടി എടുക്കുവാനും. എന്നാൽ എനിക്ക് അതിനുള്ളൊരു ആക്സസ് ആ സമയത്തുണ്ടായിരുന്നില്ല. എന്നാൽ പിന്നീട് എനിക്ക് സോനയെ സുഹൃത്തായി കിട്ടുകയും നേഴ്സിംഗ് പഠനകാലത്ത് സുഹൃത്തായി കിട്ടുകയും സോന വഴി എനിക്ക് കൃപാസനത്തിൽ വരുവാനും ഉടമ്പടി എടുക്കുവാനും സാധിച്ചു. പിന്നെ ഞങ്ങൾ നേഴ്സിംഗ് കഴിഞ്ഞപ്പോൾ ജർമ്മനാണ് പഠിക്കാൻ തിരഞ്ഞെടുത്തത്. എന്നാൽ ആദ്യം ഞാൻ ജർമ്മൻ എളുപ്പമാണെന്ന് ഓർത്ത് ഞങ്ങൾ ഇരുന്നു. എൻ്റെ കഴിവിൽ ഞാൻ സ്വയം വിശ്വസിച്ചു. അങ്ങനെ ഞാൻ ജർമ്മൻ എക്സാം എഴുതി. പിന്നീട് ഉടമ്പടി ജർമ്മൻ എക്സാം ഫെബ്രുവരിയിലാണ് എഴുതിയത്. 2024 ഫെബ്രുവരിയാണ് എഴുതിയത്. 2024 മാർച്ച് 11 ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത്. അങ്ങനെ ഒരു മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ റിസൾട്ട് വന്നു. ഞാൻ 3 മൊഡ്യൂളിന് പാസ്സായി. എന്നാൽ ലേസന് ഞാൻ പാസ്സായില്ല. പക്ഷേ അപ്പോഴും എനിക്ക് ചെറിയൊരു അഹങ്കാരം ഉണ്ടായിരുന്നു. ഇതെനിക്ക് കിട്ടും, എന്തായാലും കിട്ടും, എൻ്റെ കഴിവ് കൊണ്ട് എന്തായാലും എനിക്ക് കിട്ടുമെന്നൊരു അഹങ്കാരം എന്നിൽ വന്നപ്പോൾ ഞാൻ ഉടമ്പടി ചെറുതായിട്ട് ഉഴപ്പി തുടങ്ങി. അങ്ങനെ എനിക്ക് കൊച്ചിയിൽ ഡേറ്റ് കിട്ടി, എക്സാമിന് ഡേറ്റ് കിട്ടി. ഞാനവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അന്ന് എക്സാം എഴുതാൻ വന്നവർ ഞാനൊഴികെ എല്ലാവരും അന്ന് എക്സാം എഴുതി. ഞാൻ മാത്രം എക്സാം എഴുതാതെ തിരിച്ചു പോരേണ്ടി വന്നു. എൻ്റെ രജിസ്റ്റർ നമ്പറിൽ ബ്ലോക്ക് ഉണ്ടെന്നും പറഞ്ഞ് എന്നെ അവർ തിരിച്ചു വിട്ടു. അന്ന് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഏറ്റവും വലിയൊരു നെഗറ്റീവ് എഫക്റ്റായിരുന്നു അത്. അങ്ങനെ ഞാൻ കരഞ്ഞ് നിലവിളിച്ചുകൊണ്ട് സോനയെ വിളിച്ചു. അപ്പോൾ സോന എന്നോട് പറഞ്ഞു, നീ ഉടമ്പടിയിൽ ഉഴപ്പിയത് കൊണ്ടായിരിക്കും മാതാവ് നിന്നെ ഇങ്ങനെ ഒരു അവസ്ഥ വരുത്തിയത്. നീ അടുത്ത ആഴ്ച തന്നെ ഉടമ്പടി പോയി പുതുക്കണമെന്ന് പറഞ്ഞു. ഞാൻ അടുത്ത ആഴ്ച തന്നെ ഉടമ്പടി വന്ന് പുതുക്കി. അപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ ഉടമ്പടി ക്ലാസ്സിൻ്റെ ഇടയിൽ ഇവിടെ ഇരുന്നപ്പോഴാണ് എന്നെ തിരുവനന്തപുരം ഗോയിത്തയിൽ നിന്നും അവിടുത്തെ HOD വിളിക്കുന്നത്. എനിക്ക് ഡേറ്റ് ആയിട്ടുണ്ടെന്നും പറഞ്ഞ്. അതെൻ്റെ ജീവിതത്തിൽ മാതാവ് നൽകിയ വലിയൊരു അനുഗ്രഹമാണ്. പിന്നെ ഞങ്ങളുടെ ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് ഇൻ്റർവ്യൂ ഞങ്ങൾക്ക് വളരെ ടഫായിരുന്നു. എന്നാലും ഇൻ്റർവ്യൂവിൻ്റെ ടൈമിൽ ഞാൻ മാതാവിൻ്റെ ഉപ്പ് എൻ്റെ ഫോണിലാണ് ഞാൻ ഇൻ്റർവ്യൂ കൂടിയത്. എൻ്റെ ഫോണിൻ്റെ ചുറ്റും വിതറി പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി അങ്ങനെയാണ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തത്. അങ്ങനെ ഞങ്ങൾ ഇൻ്റർവ്യൂവിന് പാസ്സായി. പിന്നെ ഞങ്ങൾക്ക് വിസയിൽ ഒരുപാട് തടസ്സങ്ങളുണ്ടായിരുന്നു. വിസയ്ക്ക് ഡേറ്റ് കിട്ടാനും വിസ കിട്ടാനുമായിട്ട് ഒരുപാട് ലാഗ് ഉണ്ടായിരുന്നു. അതെല്ലാം മാതാവ് ആ തടസ്സങ്ങളെല്ലാം മാറ്റി തന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചു. പിന്നെ ഞങ്ങളുടെ സർട്ടിഫിക്കറ്റിൻ്റെ വാലിഡിറ്റി 1 ഇയർ വാലിഡിറ്റി ഒരു വലിയ പ്രശ്നമായിരുന്നു. ഈവൻ ഞങ്ങൾക്ക് വാലിഡിറ്റിയിൽ പ്രശ്നമുണ്ടായിട്ട് പോലും, നെഗറ്റീവ് ഉണ്ടായിട്ട് പോലും മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഞങ്ങൾക്ക് ഇന്നലെ വിസ ലഭിച്ചു. മാതാവിന് ഒരുപാട് കോടി നന്ദിയും സ്തുതിയും. താരയിൽ വന്ന് സാക്ഷ്യം പറയാൻ എന്നെ അനുവദിച്ച തിരുക്കുമാരനും മാതാവിനും കോടാനുകൂടി നന്ദി. 2018 ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത്. എൻ്റെ പേര് ടിൻറ്റു. ഞാൻ കൂവപ്പള്ളിയിൽ നിന്ന് വരുന്നു. ഇതെൻ്റെ കുഞ്ഞാണ്. ഇവൻ്റെ പേര് ഇയാൻ സൈജു. ഇയാൻ എന്ന പേരിൻ്റെ മീനിങ് ഗോഡ് ഈസ് ഗ്രേഷ്യസ്, ദൈവം കരുണയുള്ളവനാണ് എന്നാണ്. 2018 ഞാൻ ഉടമ്പടി എടുക്കുന്ന സമയത്ത് എനിക്ക് ഉടമ്പടിയെപ്പറ്റി യാതൊരു കാര്യങ്ങളും അറിയില്ലായിരുന്നു. 2018 തന്നെയായിരുന്നു എൻ്റെ വിവാഹം കഴിഞ്ഞത്.
വിവാഹം കഴിഞ്ഞ് ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലായിരിക്കുമ്പോൾ അവിടെ ഇരുന്ന് എനിക്ക് കൃപാസനത്തിലൊരു പത്രം കിട്ടി. അതിൽ നിന്നാണ് ഞാൻ ഈ കൃപാസനത്തെ പറ്റി അറിയുന്നത്. അന്ന് ഞാൻ സാധാരണ ഒരു തീർത്ഥാടന കേന്ദ്രമാണെന്ന് വിചാരിച്ചാണ് ഇവിടെ വന്നത്. ഇവിടെ വന്നപ്പോഴാണ് ഇവിടെ ഉടമ്പടിയും കാര്യങ്ങളും ഇങ്ങനെയൊക്കെ ഉള്ളതുണ്ടെന്ന് അറിയുന്നത്. അങ്ങനെ ഇതിനെപ്പറ്റി ഒന്നും അറിയത്തില്ലാതെ തന്നെ ഞാൻ ഇവിടുന്ന് ഉടമ്പടി എടുത്തു. എൻ്റെ ആദ്യത്തെ നിയോഗം എനിക്കൊരു കുഞ്ഞ് പെട്ടെന്ന് തന്നെ വേണമെന്നുള്ളതായിരുന്നു. കാരണം ഹസ്ബൻഡ് ദുബായിലാണ് ജോലി ചെയ്യുന്നത്, ഞാൻ നാട്ടിലാണ്. ഞങ്ങൾ രണ്ടുപേരും രണ്ടിടത്തായത് തന്നെയായിരുന്നു എൻ്റെ ആദ്യത്തെ പ്രശ്നം. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് തന്നെ ഒരു കുഞ്ഞ് വേണമെന്നായിരുന്നു ഞാൻ ആഗ്രഹിച്ചിരുന്നത്. അങ്ങനെ എൻ്റെ ആദ്യത്തെ നിയോഗം അതായിരുന്നു. ആ വർഷം തന്നെ 2018 ഡിസംബറിൽ ഹസ്ബൻഡ് വന്ന മാസം തന്നെ ഞാൻ പ്രഗ്നൻ്റായി. പക്ഷേ 1.5 മാസം കഴിഞ്ഞപ്പോഴത്തേക്കിനും കുഞ്ഞിന് വളർച്ചയില്ലാതെ അത് ബ്ലീഡിംഗ് ആയിട്ട് കുഞ്ഞ് പോയി. കാരണം എനിക്ക് ഹൈപ്പോതൈറോയിഡിസത്തിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു, അതാണെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അങ്ങനെ എൻ്റെ രണ്ടാമത്തെ നിയോഗമായിരുന്നു എനിക്ക് ഹസ്ബൻഡിന് ഒന്നിച്ച് ദുബായിൽ ജീവിക്കണം എന്നുള്ളത്. അത് 2019 ഹസ്ബൻഡ് ലീവിന് വന്ന സമയത്ത് എന്നെ വിസിറ്റ് വിസയിൽ ഹസ്ബൻഡ് അങ്ങോട്ട് കൊണ്ടുപോയി. അങ്ങനെ ഞാൻ അവിടെ ചെന്നു. എൻ്റെ രണ്ടാമത്തെ നിയോഗമായിരുന്നത് ഒന്നിച്ച് നിൽക്കണമെന്നുള്ളത്. അങ്ങനെ അവിടെ ചെന്ന് ഒരു 3 മാസം കഴിഞ്ഞപ്പോൾ തന്നെ കോവിഡ് സ്റ്റാർട്ടായി. അങ്ങനെ എനിക്ക് തിരിച്ച് ദുബായിൽ നിന്ന് ഇങ്ങോട്ട് പോരാൻ എനിക്ക് പറ്റിയില്ല. അങ്ങനെ അവിടെ ഞാൻ നിൽക്കുന്ന സമയത്ത് എനിക്ക് എക്സാം എഴുതണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷേ എനിക്ക് 2 വർഷത്തോളം ഗ്യാപ്പായി. അന്നത്തെ റൂൾ പ്രകാരം 6 മാസത്തിനുള്ളിൽ നമ്മൾ എക്സാം എഴുതണം, 6 മാസത്തിൽ കൂടുതൽ ഗ്യാപ്പ് നമുക്ക് പാടില്ല എന്നായിരുന്നു. അങ്ങനെ കോവിഡ് സ്റ്റാർട്ട് ചെയ്തത് ഇതിൻ്റെ ഫലമായിട്ട് അവരവിടുത്തെ റൂൾസും കാര്യങ്ങളെല്ലാം മാറ്റി 2 വർഷത്തെ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ എക്സാം എഴുതാമെന്നുള്ള നിയമം അവിടെ വന്നു. അങ്ങനെ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ പെട്ടെന്ന് തന്നെ എൻ്റെ ഡേറ്റ ഫ്ലോ ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളും എല്ലാം കൊടുത്തു. അങ്ങനെ ഞാൻ പഴയ ക്ലിനിക്കിൽ വർക്ക് ചെയ്തെടുത്തതും ഡോക്ടർ എന്നെ ഹെൽപ്പ് ചെയ്ത് സർട്ടിഫിക്കറ്റും പേപ്പറും കാര്യങ്ങളെല്ലാം പെട്ടെന്ന് റെഡിയാക്കി ഞാൻ കൊടുത്തു. ഞാനൊരു ക്ലാസ്സും അറ്റൻഡ് ചെയ്തില്ല. എൻ്റെ ഫ്രണ്ട്സൊക്കെ എനിക്ക് കുറേ ക്വസ്റ്റ്യൻസ് ഓൺലൈനായിട്ട് അവർ അയച്ചു തന്നു. ആ PDF മാത്രം പഠിച്ചിട്ടാണ് ഞാൻ പോയി എക്സാം എഴുതിയത്. അങ്ങനെ ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ DHA പാസ്സായി. അതായിരുന്നു എനിക്ക് മാതാവ് തന്ന ആദ്യത്തെ അനുഗ്രഹം. എൻ്റെ രണ്ടാമത്തെ നിയോഗമാണ് എനിക്ക് ആദ്യം സാധിച്ചു കിട്ടിയത്. അങ്ങനെ ഞാൻ ഹസ്ബൻഡ് ഒന്നിച്ച് ദുബായിലായിരുന്നു. അങ്ങനെ ഞാനും ഇവിടെ നേഴ്സായിട്ട് ജോലി ചെയ്യുമായിരുന്നു. അതിനുശേഷം 2022 ഞാൻ നാട്ടിലൊന്ന് വന്നായിരുന്നു. എൻ്റെ അനിയത്തിമാരുടെ വിവാഹമായിരുന്നു. ആ വിവാഹത്തിന് വന്നിട്ട് ഞാൻ അപ്പം തന്നെ തിരിച്ചു പോവുകയും ചെയ്തു. കാരണം കല്യാണത്തിൻ്റെ തിരക്കുകളും കാര്യങ്ങളും കൊണ്ട് എനിക്ക് എവിടെയും പോകാൻ പറ്റിയില്ല, തിരിച്ചു പോയി. ഉടമ്പടി ഞാൻ പുതുക്കോ പിന്നെ അതിൻ്റെ ഒരു കാര്യങ്ങളും ഞാൻ ചെയ്തില്ല. കാരണം കോവിഡ് ആയിരുന്നതുകൊണ്ട് തന്നെ ഞാൻ അവിടെ 3 വർഷം സ്റ്റക്കായിരുന്നു. ഞാൻ നാട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് ഞാൻ തിരിച്ചു ചെന്ന സമയത്ത് 2023 സെപ്റ്റംബറിൽ എനിക്ക് പെട്ടെന്ന് ഭയങ്കരമായൊരു വയറുവേദനയും ഛർദി ഉണ്ടായി. അങ്ങനെ ഞാൻ ഹോസ്പിറ്റലിൽ ചെന്നു. അങ്ങനെ ചെന്ന് ഡോക്ടറോട് ഞാൻ പറഞ്ഞു എനിക്ക് ഫുഡ് പോയ്സൺ ആയതാണെന്ന് ഞാൻ അങ്ങോട്ട് തന്നെ അവരോട് പറഞ്ഞു. അപ്പോൾ അവർ വേറെ ടെസ്റ്റും കാര്യങ്ങളും ഒന്നും ചെയ്തില്ല. അവരെനിക്ക് പെട്ടെന്ന് വേദനയ്ക്കുള്ള മെഡിസിൻസും ഛർദിക്കുള്ള ഇഞ്ചക്ഷൻസും എല്ലാം തന്ന് 2 ദിവസം കൊണ്ട് ഞാൻ സ്റ്റേബിളായി. അന്ന് തന്നെ ഒബ്സർവേഷൻ കിടത്തിയിട്ട് എന്നെ വീട്ടിലേക്ക് വിട്ടു. 2 ദിവസം പിന്നെ എനിക്ക് ഒരു കുഴപ്പമില്ല, ഒരു വേദനയില്ലായിരുന്നു. അത് കഴിഞ്ഞ് 3-ാമത്തെ ദിവസം എനിക്ക് വീണ്ടും അതുപോലെ തന്നെ എനിക്ക് വേദന സ്റ്റാർട്ടായി. ഭയങ്കരമായ വയറുവേദനയും ഛർദിയും വീണ്ടും തുടങ്ങി. അങ്ങനെ രാത്രി തന്നെ ഞങ്ങൾ അവിടെ ആസ്റ്റർ ഹോസ്പിറ്റലിൽ പോകാൻ തീരുമാനിച്ചു. രാത്രി തന്നെ ഹസ്ബൻഡ് എന്നെ ആയിട്ട് ആസ്റ്റർ ഹോസ്പിറ്റലിലേക്ക് പോയി. അങ്ങോട്ട് പോകുന്ന വഴിക്ക് എനിക്ക് തീരെ നടക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. ഹസ്ബൻഡ് എന്നെ എടുത്ത് കാറിൻ്റെ പുറകിൽ കിടത്തിയാണ് എന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നത്. അവിടെ ചെന്നാണ് ഞങ്ങളിങ്ങനെ ഒരു ന്യൂസ് അറിയുന്നത്. എനിക്ക് ട്യൂബൽ പ്രഗ്നൻസി ആയിരുന്നു, ഫുഡ് പോയ്സൺ ഒന്നും ആയിരുന്നില്ല. അപ്പോഴേക്കും ഉള്ള മെഡിസിൻസ് എല്ലാം എടുത്ത് എൻ്റെ ട്യൂബ് റപ്ചറായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ട്യൂബ് റപ്ചറായി എനിക്ക് ഇൻറ്റേർണൽ ബ്ലീഡിംഗ് ആയിട്ട് ആണ് ഞാൻ അവിടെ ഹോസ്പിറ്റലിൽ ചെല്ലുന്നത്. പെട്ടെന്ന് തന്നെ ഞങ്ങൾ 2 മണിയായപ്പോൾ ചെന്നു. 4:30 ആയപ്പോഴത്തേക്കും പെട്ടെന്ന് എന്നെ സർജറിക്ക് കയറ്റി. അപ്പം ഞാൻ ഹസ്ബൻഡ് മാത്രം അവിടെ, വേറെ ആരും ഞങ്ങൾക്ക് സഹായത്തിനില്ല. രാത്രി ആയിരുന്നുകൊണ്ട് ഹസ്ബൻഡിനോട് ഞാൻ പ്രത്യേകം പറഞ്ഞു എൻ്റെ വീട്ടിലോ ഒരിടത്തും ആരെയും ഈ കാര്യങ്ങളൊന്നും അറിയിക്കരുത്, എല്ലാം കഴിഞ്ഞിട്ട് നാളെ നമുക്ക് പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ രാത്രി തന്നെ എന്നെ സർജറി ചെയ്തു. പിറ്റേ ദിവസം രാവിലെ എന്നെ റൂമിലേക്ക് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് എൻ്റെ വീട്ടിലുള്ളവരും എല്ലാവരും അറിയുന്നത്. എല്ലാവർക്കും ഭയങ്കര വിഷമമായി. അതോടുകൂടി എനിക്ക് യാതൊരു മെറിറ്റും ഇല്ലാതെയായി. കാരണം ഇത്രയും വർഷമായിട്ട് എനിക്ക് കുഞ്ഞുങ്ങളില്ല. അതിൻ്റെ ഇടയ്ക്ക് ഒരു ട്യൂബും കൂടെ നഷ്ടമായി. പിന്നെ എനിക്കൊരു ട്യൂബാണ് ബാക്കിയുള്ളത്. അങ്ങനെ ഇരുന്ന സമയത്ത് ഞാൻ ലാസ്റ്റ് ഇയർ 2024 നവംബറിൽ ഞങ്ങൾ നാട്ടിലേക്ക് വരാൻ തീരുമാനിച്ചു. അപ്പോൾ ഹസ്ബൻഡിന് ലീവ് ഉണ്ടായിരുന്നില്ല, ആകെ 10 ഡേയ്സേ ലീവ് ഉണ്ടായിരുന്നുള്ളൂ. എനിക്കൊരു മാസം ലീവും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും നാട്ടിൽ വന്നു. നാട്ടിൽ വന്ന സമയത്ത് ആദ്യം തന്നെ ഞങ്ങളൊരു ട്രീറ്റ്മെൻറ്റ് എടുക്കാനാണ് തീരുമാനിച്ചത്. കാരണം ഇതുവരെ ഞങ്ങൾക്കൊരു ട്രീറ്റ്മെൻറ്റിന് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം ദുബായിലെ സാഹചര്യം കൊണ്ട് ഹസ്ബൻഡിന് ജോലി പുള്ളി എങ്ങനെയെങ്കിലും ലീവ് ഒപ്പിച്ച് വരുമ്പം എനിക്ക് പോകാൻ പറ്റില്ല. അങ്ങനത്തെ ഉള്ള ബുദ്ധിമുട്ട് കാരണം ഞങ്ങളൊരു ട്രീറ്റ്മെൻറ്റും എടുത്തിട്ടില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ വന്നു. ഇവിടുത്തെ നാട്ടിലെ തന്നെ ഒരു ഫേമസ് ഇൻഫെർട്ടിലിറ്റി സെൻറ്ററിലേക്കാണ് ഞങ്ങൾ ആദ്യം പോയത്. അങ്ങനെ അവിടെ പോയി ചെന്ന് ഡോക്ടറെ കണ്ട് എൻ്റെ ഹിസ്റ്ററി ഫുള്ള് കേട്ടപ്പോൾ തന്നെ ഡോക്ടർ എന്നോട് പറഞ്ഞു, നിനക്ക് ഞാൻ IVF ആണ് സജസ്റ്റ് ചെയ്യുന്നത്. കാരണം നിനക്ക് സിംഗിൾ ട്യൂബാണ്, 7 വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ല. അപ്പോൾ അതുകൊണ്ട് നിനക്ക് IVF ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ഓപ്ഷൻ എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്ക് IVFന് ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല.
തരുവാണെങ്കിൽ നോർമലായിട്ട് മാതാവ് നല്ലൊരു കുഞ്ഞിനെ തരിക, അല്ലെന്നുണ്ടെങ്കിൽ IVF ചെയ്യാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. ആ ഒരു സ്റ്റാൻഡിലായിരുന്നു ഞങ്ങൾ. അങ്ങനെ ഞങ്ങളുടെ ഇരിപ്പ് കണ്ടപ്പോൾ ഡോക്ടർ ലാസ്റ്റ് ഞങ്ങളോട് പറഞ്ഞു, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ 4 മാസത്തേക്ക് നിങ്ങൾക്ക് മെഡിസിൻ തരാം, ഇഞ്ചക്ഷനും മെഡിസിനും തരാം, അത് കൊണ്ടുപോകും. നിങ്ങൾ കൊണ്ടുപോയിട്ട് 4 മാസത്തെ മെഡിസിൻ എടുത്ത് നോക്ക്, എന്നിട്ട് ശരിയായില്ല എന്നുണ്ടെങ്കിൽ, കുഞ്ഞായില്ല എന്നുണ്ടെങ്കിൽ 1 വർഷം കഴിഞ്ഞ് വന്ന് IVF ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പോന്നു, മരുന്നെല്ലാം വാങ്ങിച്ചു, 4 മാസത്തേക്കുള്ള മരുന്ന് വാങ്ങിച്ച് തിരിച്ചു വന്നു. ഹസ്ബൻഡ് തിരിച്ച് ദുബായിലേക്ക് പോവുകയും ചെയ്തു. എനിക്കൊരു മാസത്തെ ലീവ് ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ 26-ാം തീയതി നവംബറിൽ ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്തു. വീണ്ടും പുതിയതായിട്ട് ഉടമ്പടി എടുത്തു. കാരണം ആ 3 വർഷം ഞാൻ അവിടെ ദുബായിലായിരുന്ന സമയത്ത് എൻ്റെ കയ്യിൽ നിന്ന് കാശ് രൂപ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ആ ഉടമ്പടി പുതുക്കാൻ പറ്റില്ലാത്തതുകൊണ്ട് പുതിയ ഉടമ്പടി ഞാൻ എടുത്തു. അങ്ങനെ ഉടമ്പടി എടുത്തിട്ട് ഞാൻ താഴേക്ക് ഇറങ്ങി വന്നപ്പം എനിക്ക് അച്ഛനെ കാണണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഞാൻ ഉടമ്പടി എടുത്തിറങ്ങി വന്നപ്പോൾ അച്ഛൻ ഇവിടെ വന്ന് ആൾക്കാരെ ബ്ലെസ് ചെയ്യുന്ന കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹം തോന്നി അച്ഛനെ കാണണമെന്ന്. ഞാൻ ഉടനെ അവിടെ പ്രേക്ഷിതരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, റിട്ടേൺ ടിക്കറ്റ് ഉണ്ടെങ്കിൽ അച്ഛനെ കാണാൻ പറ്റുമെന്ന് പറഞ്ഞു, റിട്ടേൺ ടിക്കറ്റ് ഉണ്ടെങ്കിൽ. അങ്ങനെ ഞാൻ പെട്ടെന്ന് ഞാൻ റിട്ടേൺ ടിക്കറ്റ് എടുത്തിട്ടില്ലായിരുന്നു, വേഗം പുറത്തിറങ്ങിപ്പോയി. ഞാൻ റിട്ടേൺ ടിക്കറ്റ് എടുത്ത് തിരിച്ച് ഇങ്ങോട്ട് കയറി വന്നപ്പോഴത്തേക്കും ഇവരെന്നോട് പറഞ്ഞു, ഹസ്ബൻഡും വൈഫും 2 പേരും ഉണ്ടെങ്കിൽ മാത്രമേ അച്ഛനെ കാണാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമത്തിലായി, കാരണം ഹസ്ബൻഡ് തിരിച്ചു പോയായിരുന്നു. അങ്ങനെ എനിക്കൊരു ഓപ്ഷനും ഇല്ലാതെ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി. ആ പുറത്തെ മാതാവിൻ്റെ രൂപത്തിൻ്റെ അവിടെ ചെന്ന് നിന്നിട്ട് ഞാൻ തിരിഞ്ഞു നോക്കിയിട്ട് മാതാവിനോട് ഞാൻ പറഞ്ഞു, അച്ഛൻ എന്നെ കണ്ടില്ലെന്നേ ഉള്ളൂ, മാതാവേ നീ എന്നെ കണ്ടിട്ടുണ്ടെന്നുള്ള വിശ്വാസത്തിൽ ഞാൻ ഇവിടുന്ന് പോവുകയാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഡിസംബർ 5-ാം തീയതി തിരിച്ച് ദുബായിലേക്ക് കയറിപ്പോയി. അങ്ങനെ അവിടെ ചെന്നിട്ട് എനിക്ക് 23-ാം തീയതിയാണ് പീരിയഡ്സ് ആവേണ്ട ഡേറ്റ്. അതിൻ്റെ സെക്കൻഡ് ഡേ തൊട്ടാണ് ഞാൻ മെഡിസിൻ എടുത്ത് തുടങ്ങേണ്ടത്. അന്നേരം എനിക്ക് 21-ാം തീയതി മംസ് എന്ന അസുഖം വന്നു, മുണ്ടിനീര്. എനിക്കത് വന്നതുകൊണ്ട് അതിനായിട്ടുള്ള ആൻറ്റിബയോട്ടിക് ഞാൻ എടുത്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് അതിൻ്റെ കൂടെ നമുക്ക് വേറൊരു മെഡിസിൻസും എടുക്കാൻ പറ്റത്തില്ല. അങ്ങനെ മംസ് വന്ന സമയത്ത് എനിക്ക് ഭയങ്കര വിഷമം തോന്നി. ഞാൻ മെഡിസിൻ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടും എനിക്കിനി അതൊന്നും കഴിക്കാൻ എനിക്ക് പറ്റുന്നില്ലല്ലോ, ഇതെന്താ ഇങ്ങനെയെന്നൊക്കെ ഓർത്ത്. എന്നാലും എനിക്ക് വിഷമമൊന്നും തോന്നിയില്ല. കാരണം എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ അനിയത്തിമാരും എൻ്റെ ചേച്ചിയൊക്കെ ഉടമ്പടിയിൽ എടുത്തിട്ടുള്ളവരാണ്, അവരൊക്കെ ഉടമ്പടിയിലാണ്. അപ്പോൾ അവരുടെയൊക്കെ കാര്യങ്ങളൊക്കെ ഒരുപാട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പ്രതീക്ഷയിൽ ഞാൻ മുന്നോട്ട് പോയി. അങ്ങനെ പത്രങ്ങളെല്ലാം ഞാൻ അവിടെ എൻ്റെ ഫ്ലാറ്റിലും എൻ്റെ ഫ്രണ്ട്സിനും എല്ലാം കൊടുത്തപ്പോൾ ഞാൻ പറഞ്ഞു, കൃപാസനത്തിൽ പോകണം, നിങ്ങൾ അവിടെ പോയി പ്രാർത്ഥിക്കണം. അങ്ങനെ പറഞ്ഞ് അന്ന് തൊട്ട് ഞാൻ ഇവിടെ നിന്നുള്ള വെഞ്ചരിച്ച ഉപ്പും തൈലവും എല്ലാം ഉപയോഗിച്ച് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ എനിക്ക് മുണ്ടുനീര് വന്നതുകൊണ്ട് ഞാൻ മെഡിസിൻ എടുത്തില്ല. അതിനുശേഷം 10 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഇതൊരു കമ്മ്യൂണിക്കബിൾ ഡിസീസ് ആണെന്ന് എല്ലാവർക്കും അറിയാം, ഹസ്ബൻഡിനും വന്നു. അങ്ങനെ ഞങ്ങൾക്ക് 2 പേരും സിക്കായി. അങ്ങനെ ആ മാസം അങ്ങനെ കഴിഞ്ഞു. പിന്നെ ജനുവരി മാസമാണ്, പിന്നെ പീരിയഡ്സിൻ്റെ സെക്കൻഡ് ഡേ തൊട്ടേ എനിക്ക് മെഡിസിൻ എടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഞാൻ ജനുവരി മാസം അതിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയത്ത് ജനുവരി 15-ാം തീയതി ഞങ്ങളുടെ 7ാമത്തെ വെഡിങ് ആനിവേഴ്സറിയാണ്. അപ്പോൾ ഞാൻ മാതാവിനോട് വെറുതെ പറഞ്ഞു, മാതാവേ ഈ വെഡിങ് ആനിവേഴ്സറിക്കെങ്കിലും നീ എനിക്കൊരു ഗിഫ്റ്റ് തരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുമെന്ന് പറഞ്ഞു. അന്ന് ഞാൻ ഓർക്കുന്നത് ആ മാസം എന്തായാലും കാണത്തില്ല, കാരണം ഞങ്ങൾക്ക് 2 പേർക്ക് സുഖമില്ലായിരുന്നു, മെഡിസിൻ ഒന്നും എടുത്തിട്ടില്ല. നമ്മൾ എത്ര ഇതാണെങ്കിലും മാനസികമായിട്ട് കുറച്ച് ചിന്തിക്കുമല്ലോ. അങ്ങനെയൊക്കെ എൻ്റെ പൊട്ട ബുദ്ധിക്ക് ഞാൻ അങ്ങനെയൊക്കെ വിചാരിച്ചു. അത് കഴിഞ്ഞിട്ട് 23-ാം തീയതിയായി എനിക്ക് പീരിയഡ്സ് ആയില്ല. എന്നിട്ട് ഞാൻ ഹസ്ബൻഡിനോട് പോലും പറഞ്ഞില്ല, ഒരു കാർഡ് വാങ്ങിച്ച് ആരും കാണാണ്ട് വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചു. 3 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കി. കാരണം എനിക്കിതിന് മുന്നേ ഇങ്ങനെ ട്യൂബിനകത്തായിട്ടുള്ളത് കൊണ്ട് എനിക്ക് ടെൻഷനായിരുന്നു, ഇനി അടുത്തതും ട്യൂബിനകത്താണ്, ആ ട്യൂബും കൂടെ നഷ്ടമാവുമല്ലോ. അങ്ങനെ ഞാൻ 26-ാം തീയതി തന്നെ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പം പോസിറ്റീവാണ്. എനിക്ക് വിശ്വസിക്കാൻ തന്നെ പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ പോയി. അവരവിടുന്ന് സ്കാൻ എടുത്തപ്പോൾ തന്നെ എന്നോട് പറഞ്ഞു, ഒരു കുഴപ്പമില്ല, യൂട്രസിൽ തന്നെയാണ് ഈ പ്രാവശ്യം, ഒന്നും പേടിക്കേണ്ട, ഒരു 1 വീക്ക് കഴിയുമ്പോൾ നമുക്ക് ഹാർട്ട് ബീറ്റിൻ്റെ സ്കാൻ ചെയ്ത് നോക്കാം, എന്നിട്ട് നമുക്ക് കൺഫേം ചെയ്യാമെന്ന് പറഞ്ഞു. പിന്നെ ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളും എല്ലാം ചെയ്തപ്പോൾ എല്ലാം നോർമലാണ്. അങ്ങനെ ഹാർട്ട് ബീറ്റിൻ്റെ സ്കാൻ തൊട്ട് 5-ാം മാസത്തെ സ്കാനിങ് വരെ ഞാൻ ദുബായിലാണ് ചെയ്തത്. അത് ഓരോ സ്കാനിങ്ങിനും ഓരോ ബ്ലഡ് ടെസ്റ്റിനും ഞാൻ പോകുന്ന സമയത്ത് ഇവിടുത്തെ ഉടമ്പടി ഉപ്പ് ഞാനെടുത്ത് കുറച്ച് കഴിക്കും. പിന്നെ കുറച്ച് ഉടമ്പടി ഉപ്പെടുത്ത് ഒരു ടിഷ്യൂ പേപ്പറിൽ പൊതിയും. ടിഷ്യൂ പേപ്പറിൽ പൊതിഞ്ഞ് അതുകൊണ്ടേ ഞാൻ സ്കാനിങ്ങിന് പോവുള്ളൂ. അവിടെ ചെന്ന് അവരാരും കണ്ടില്ലെന്നുണ്ടെങ്കിൽ ആ സ്കാൻ മെഷീൻ്റെ പുറത്ത് ഞാൻ ഉപ്പിടും. അല്ലെന്നുണ്ടെങ്കിൽ ഞാനത് ആ കിടക്കുന്ന ബെഡിൽ തന്നെ ഇട്ടിട്ടേ ഞാൻ അവിടെ സ്കാനിങ്ങിന് കിടക്കുകയുള്ളൂ. അങ്ങനെ ഓരോ സ്കാനിങ്ങും എനിക്ക് നോർമലായിരുന്നു, ഒന്നിലും ഒരു കുഴപ്പമില്ലായിരുന്നു. അവിടെ നിന്ന് നമുക്ക് കുഞ്ഞിൻ്റെ സെക്സ് പറയുമല്ലോ, അങ്ങനെ 5-ാം മാസത്തിൽ ഒരു ആൺകുഞ്ഞാണെന്ന് ഞാൻ അറിഞ്ഞു. അങ്ങനെ ഞാൻ ഇവിടെ വന്നു. ഇവിടെ വന്നതിന് ശേഷം 7-ാം മാസം എനിക്കിവിടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഷുഗർ ഭയങ്കര കൂടുതലായിട്ടായിരുന്നു. ഷുഗറും ഉണ്ടായിരുന്നു, BP ഉണ്ടായിരുന്നു. അങ്ങനെ ഷുഗറിന് എനിക്ക് 2 നേരം ഇൻസുലിൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പം ഞാനൊരു നേഴ്സ് ആയതുകൊണ്ട് തന്നെ എനിക്കിതിൻ്റെ സൈഡ് എഫക്ട്സും കാര്യങ്ങളും എല്ലാം അറിയാവുന്നതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. കുഞ്ഞിന് എന്തെങ്കിലും കുഴപ്പം വരുമോ എന്നുള്ളതായിരുന്നു എൻ്റെ ടെൻഷൻ മുഴുവൻ. അങ്ങനെ സെപ്റ്റംബർ 15-ാം തീയതിയാണ് ഡോക്ടർ എന്നോട് അഡ്മിറ്റ് ആകാൻ പറഞ്ഞ ഡേറ്റ്. അതിനൊരു 2 വീക്സ് മുന്നേ ഡോക്ടർ സ്കാനിങ് കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, കുഞ്ഞിന് ബർത്ത് വെയിറ്റ് കൂടുതലാണ്, അപ്പം നിങ്ങൾക്ക്
എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല, നിങ്ങളുടെ തീരുമാനമാണ്, നോർമൽ ഡെലിവറി നടക്കാൻ വളരെ ചാൻസ് കുറവാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അങ്ങോട്ട് ഡോക്ടറോട് പറഞ്ഞു, ഒരു കുഴപ്പമില്ല, C-സെക്ഷൻ ചെയ്താലും എനിക്ക് പ്രശ്നമില്ല, കുഞ്ഞിനെ എനിക്ക് ആരോഗ്യത്തോടെ കിട്ടണമെന്ന് പറഞ്ഞു. അങ്ങനെ സെപ്റ്റംബർ 15 C-സെക്ഷൻ ചെയ്ത് ഇവൻ 4 kg ഉണ്ടായിരുന്നു. കുഞ്ഞിനെ ആരോഗ്യത്തോടെ എനിക്ക് കിട്ടി. കുഞ്ഞിന് യാതൊരുവിധ കുഴപ്പങ്ങളും ഉണ്ടായിരുന്നില്ല. ഞാൻ റിക്കവറി റൂമിലായിരുന്നതുകൊണ്ട് തന്നെ കുഞ്ഞിനെ അവരവിടെ വെറുതെ ഒബ്സർവേഷന് വേണ്ടി മാത്രം കിടത്തിയതാണ്. അമ്മയും അനിയത്തിമാരും ഒക്കെ ചെന്ന് കുഞ്ഞിനെ ചോദിക്കുമ്പോൾ അവരെടുത്ത് കൈ കൊടുത്തിട്ട് പറയും, കുഞ്ഞിന് ഒരു കുഴപ്പവും ഇല്ല കേട്ടോ, ഞങ്ങൾ മോളിവിടെ ഇല്ലാത്തതുകൊണ്ടാണ് കുഞ്ഞിനെ ഇവിടെ വെച്ചിരിക്കുന്നതെന്ന് പറയും. അങ്ങനെ കുഞ്ഞിന് യാതൊരുവിധ കുഴപ്പങ്ങളും ഇല്ലാതെ കുഞ്ഞിനെ എനിക്ക് ആരോഗ്യത്തോടെ തിരിച്ചു തന്നു. അങ്ങനെ 5 ദിവസം കഴിഞ്ഞ് ഞാൻ അവിടുന്ന് ഡിസ്ചാർജായി വീട്ടിൽ വന്നതിൻ്റെ പിറ്റേ ദിവസം തൊട്ട് എനിക്ക് ഭയങ്കര തലവേദനയായിരുന്നു. അങ്ങനെ തലവേദന കൂടിക്കൊണ്ടിരിക്കുകയാണ്, ഒട്ടും കുറയുന്നില്ല. അങ്ങനെ ഞാൻ ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴത്തേക്ക് എനിക്ക് BP ഭയങ്കരമായിട്ട് കൂടിയിരിക്കുകയാണ്, 170/100. കാരണം കുഞ്ഞുണ്ടായതിൻ്റെ ആ ഒരു ഇത്, എനിക്ക് ഉറക്കക്കുറവ്, വേദനയുടെ എല്ലാം പ്രശ്നങ്ങളും കൊണ്ട് എൻ്റെ BP ഭയങ്കരമായിട്ട് കൂടി. അങ്ങനെ അവരവിടുന്ന് എനിക്ക് ഒരുപാട് ഇഞ്ചക്ഷൻസും മെഡിസിൻസും എല്ലാം എടുത്ത് എന്നെ അവിടെ കിടത്തിയിരുന്നു. 1.5 ദിവസം കഴിഞ്ഞപ്പോൾ എന്നെ അവരവിടുന്ന് ഡിസ്ചാർജ് ചെയ്തു. 3 നേരം എനിക്ക് BP-യുടെ മെഡിസിൻ എടുക്കാൻ പറഞ്ഞ് എന്നെ വീട്ടിലോട്ട് വിട്ടു. അങ്ങനെ 3 ആഴ്ചയോളം ഞാൻ BP മെഡിസിനിലായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ച്, ചിലരിങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് പ്രഗ്നൻസിയിൽ വരുന്ന ഷുഗറും BP-യും പിന്നെ മാറത്തില്ല എന്നൊക്കെ കേട്ടിട്ടുണ്ട്. എൻ്റെ ഷുഗർ പൂർണ്ണമായിട്ടും കൺട്രോളായിരുന്നു. BP-യും ആ 3 ആഴ്ചത്തെ മെഡിസിൻ കൊണ്ട് തന്നെ എനിക്ക് പൂർണ്ണമായിട്ട് കൺട്രോളായി. ഒരു ദിവസം ഞാൻ 2 ദിവസം ഞാൻ മെഡിസിൻ കഴിച്ചില്ല, മെഡിസിൻ കഴിക്കാൻ മറന്നുപോയതാണ്. എന്നിട്ട് വെറുതെ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് വളരെ നോർമലായിരുന്നു BP. അങ്ങനെ പിന്നെ ഡോക്ടറെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും അവർ പൂർണ്ണമായിട്ട് ആ മെഡിസിൻ സ്റ്റോപ്പ് ചെയ്തു. അങ്ങനെ ഞാനും കുഞ്ഞും ആരോഗ്യത്തോടെ ഇരിക്കും. ഞങ്ങൾക്ക് 2 പേർക്കും യാതൊരു കുഴപ്പവും ഇല്ല. ഇപ്പം അടുത്ത ആഴ്ച ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. പിന്നെ എനിക്ക് 3ാമത് കിട്ടിയ അനുഗ്രഹം എൻ്റെ അമ്മയ്ക്കാണ്. അമ്മയ്ക്ക് ഇയർ ബാലൻസിൻ്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു. അങ്ങനെ അമ്മ ഒരു ദിവസം നടക്കാൻ പോയ സമയത്ത് റോഡിലൊന്ന് വീണിട്ട് അമ്മയുടെ കൈ ചതഞ്ഞിട്ട് കൈക്ക് ഭയങ്കരമായ വേദനയായിരുന്നു. അങ്ങനെ ഒരു 2-3 ദിവസം അമ്മ ഹോസ്പിറ്റലിൽ കിടന്നു. ഡോക്ടർ കുറേ മരുന്നും കാര്യങ്ങളും എല്ലാം കൊടുത്തു. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു കുറയുന്നില്ലെന്നുണ്ടെങ്കിൽ വേറെ എങ്ങോട്ടേലും മാറ്റണമെങ്കിൽ മാറ്റാമെന്ന് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു വേണ്ട, കുഴപ്പമില്ല, വീട്ടിൽ ചെന്ന് ഞാൻ എക്സസൈസൊക്കെ ചെയ്ത് അങ്ങനെ മാറിക്കോളൂ എന്ന് പറഞ്ഞു. വന്നിട്ടും കുറച്ച് ദിവസം വേദന ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ അത് തനിയെ മാറിപ്പോയി. പിന്നെ ഈ അടുത്ത കാലത്തായിട്ട് അമ്മയ്ക്ക് വീണ്ടും ആ വേദന സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അമ്മ അതിനോട് പറഞ്ഞപ്പോൾ ഞാൻ ഓർത്ത് എൻ്റെ ഡെലിവറി എടുത്തിരിക്കുക, അപ്പോൾ അമ്മയ്ക്ക് ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്നെ നോക്കാൻ ആരുമില്ല, അപ്പം കുഞ്ഞിനെ ഒന്ന് കൈമാറാൻ പോലും ആരുമില്ലല്ലോ എന്നൊക്കെ ഓർത്ത് ഞാൻ ഒത്തിരി വിഷമിച്ചു. ആ സമയത്ത് ഞാൻ അമ്മയ്ക്ക് വേണ്ടി നേർന്നു. ഞാൻ പറഞ്ഞു, മാതാവേ, കുഞ്ഞിനെ കിട്ടിയ സാക്ഷ്യം പറയാനായിട്ട് ഞാൻ കയറുമ്പം അമ്മയുടെ കൈയുടെ വേദന പൂർണ്ണമായിട്ട് സുഖപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ സാക്ഷ്യം പറഞ്ഞേക്കാവുന്ന നേർന്നു. അതിൻ്റെ ഫലമായിട്ട് അമ്മയ്ക്ക് യാതൊരു കുഴപ്പമില്ല. അമ്മയാണ് ഇപ്പം കുഞ്ഞിനെ എന്നെ നോക്കുന്നത് ഫുൾ ടൈം. അമ്മ ഇപ്പം ഞാനിവിടെ വന്നപ്പോൾ രാവിലെ 4 മണി തൊട്ട് അമ്മയാണ് കുഞ്ഞിനെ എടുത്തുകൊണ്ടിരിക്കുന്നത്. അമ്മയ്ക്ക് യാതൊരുവിധ കുഴപ്പങ്ങളും ഇല്ല. ഇത്രയധികം അനുഗ്രഹങ്ങളാണ് മാതാവ് ഉടമ്പടി വഴിയായിട്ട് എനിക്ക് നടത്തി തന്നത്. പിന്നെ ഞാൻ ദുബായിലായതുകൊണ്ട് തന്നെ എനിക്ക് കാരുണ്യപ്രവൃത്തികളും പ്രേക്ഷിത പ്രവർത്തനമൊക്കെ കുറച്ച് പാടാണ്. എന്നാലും സാമ്പത്തികമായ സഹായമാണ് ഞാൻ ചെയ്തു കൊടുത്തുകൊണ്ടിരുന്നത്. കാരണം എനിക്കതേ നടക്കുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എനിക്കറിയാവുന്നവർക്ക്, എൻ്റെ ബന്ധുക്കൾക്ക്, പുറത്തുള്ളവർക്കൊക്കെ എനിക്ക് പറ്റുന്ന രീതിയിൽ സാമ്പത്തികമായ സഹായം ഞാൻ ചെയ്തു കൊടുക്കുമായിരുന്നു. ചോദിച്ചാലും ചോദിക്കാതെ തന്നെയും കണ്ടറിഞ്ഞ് ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്യുമായിരുന്നു. പിന്നെ ഞാൻ 5 മാസം കഴിഞ്ഞ് 6 മാസം തുടങ്ങിയപ്പോൾ ഞാൻ ഇങ്ങോട്ട് വന്നായിരുന്നു ഡെലിവറിക്കായിട്ട്. ആ വന്ന സമയം തൊട്ട് ഞാനിവിടെ പറ്റുന്ന അനാഥാലയങ്ങളിലൊക്കെ പോയി പൈസ കൊടുക്കുകയും എന്നെക്കൊണ്ട് പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നു. പിന്നെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരുപാട് മാറ്റങ്ങൾ വരുത്തി. മാക്സിമം പള്ളിയിൽ പോകാനും പെട്ടെന്ന് കുമ്പസാരിക്കാനും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ശ്രദ്ധിച്ചു. ഇവിടെ വന്ന ദിവസങ്ങൾ എനിക്ക് 9 മാസവും എനിക്ക് ഛർദിയായിരുന്നു. എന്നാലും എനിക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പള്ളിയിലൊക്കെ പോകാൻ എനിക്ക് ഭയങ്കര പാടാണ്. എന്നാലും ഞാൻ മാക്സിമം എനിക്ക് പറ്റുന്ന അത്രയും ദിവസങ്ങളിൽ ഞാൻ പള്ളിയിൽ പോകുമായിരുന്നു. പിന്നെ വീടിൻ്റെ അടുത്തുള്ളവർക്കും ഇടവകയിലുള്ളവർക്കും ഒക്കെ ഞാൻ പത്രം കൊടുക്കുകയും അവരോടെല്ലാം എൻ്റെ കാര്യം പറയുകയും, പിന്നെ ഞാൻ ആരെ കണ്ടാലും അവരോടെല്ലാം ഞാൻ പറയും, ഇതെനിക്ക് കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുത്ത് കിട്ടിയ കുഞ്ഞാണ്, ഇവന് യാതൊരു കുഴപ്പമില്ല, 7 വർഷം കഴിഞ്ഞ് എനിക്ക് കിട്ടിയ കുഞ്ഞാണ്. അങ്ങനെ പറഞ്ഞ് ഞാൻ എല്ലാവരുടെ അടുത്തും പറയാറുണ്ട്. ഇത്രയധികം അനുഗ്രഹങ്ങൾ ചെയ്തു തന്ന മാതാവിനും തിരുക്കുമാരിക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് സജികുമാർ. ഞാൻ കണ്ണൂർ ജില്ലയിൽ പരിയാരം മെഡിക്കൽ കോളേജിനടുത്തു നിന്ന് വരുന്നു. ഇതെൻ്റെ മകൻ, ഇളയ മകൻ അഭിനന്ദ് KS. ഇതെൻ്റെ ഭാര്യ സൗമ്യ PV. ഞാൻ ഇവിടെ ഉടമ്പടി എടുത്തത് 7/2/2024 ഞാൻ ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത്, എൻ്റെ മകന് ജനറ്റിക്കൽ കൊറോണിയ എന്നൊരു അസുഖമായിരുന്നു ഉണ്ടായിരുന്നത്. ആ അസുഖം മുഖാന്തരമാണ് ഞാൻ ഇവിടെ വരുവാനും ഇവിടെ ഈ ഉടമ്പടിയിലേക്ക് വരുവാനും ഉണ്ടായ കാരണം. ഉടമ്പടിക്ക് വരാനുള്ളത് കാരണം എന്ന് പറയുന്നത്, ഇതിൻ്റെ അസുഖം കണ്ടിട്ട് മാതമംഗലം സ്കൂളിലെ ഒരു അധ്യാപകരുടെ കൂടെ ജോലി ചെയ്യുന്ന ഒരു പയ്യന്നൂർ BRCയിലെ ഒരു സരോജിനി എന്ന് പറഞ്ഞ അവർ പത്രം കൊടുത്തയച്ചു. അതുപോലെ തന്നെ അവരെനിക്ക് വാട്സപ്പിൽ പ്രാർത്ഥനയെല്ലാം അയച്ചു തന്നു. അതെല്ലാം കണ്ടിട്ടാണ് ഞാൻ കൃപാസനത്തിലേക്ക് വന്നത്. കൃപാസനത്തിൽ വരാൻ വേറൊരു കാരണം വെച്ചാൽ, ഞാൻ ഒരുപാട് ചികിത്സ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അസുഖം കൂടിക്കൂടി വരുന്നൊരു അസുഖമാണ് ഈ ജനറ്റിക്കൽ കൊറോണിയ എന്ന് പറയുന്ന അസുഖം.
ഞാൻ ചെല്ലുമ്പോൾ ഇവൻ്റെ കാലിങ്ങനെ വിറച്ചിട്ട് ഇങ്ങനെ വിറച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. ഞാൻ വരുമ്പോൾ എൻ്റെ ഭാര്യ ഇവൻ്റെ കാലിങ്ങനെ തിരുമിക്കൊണ്ടിരിക്കുക. അപ്പോൾ എനിക്കറിയാം ഇവൻ കിടപ്പിലേക്ക് പോകുന്നൊരു അസുഖമാണ് എന്ന് എന്നോട് പരിയാരത്തുള്ള ഡോക്ടർമാർ പറഞ്ഞായിരുന്നു. അതേപോലെ മിംസ് ഹോസ്പിറ്റൽ കണ്ണൂർ പറഞ്ഞായിരുന്നു. അതേപോലെ തന്നെ അമൃത ഹോസ്പിറ്റലിലേക്ക് ഡോക്ടർമാർ അവിടുന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ഒരു ഓപ്പറേഷൻ വേണം, അത് ചെയ്താലും അത്ര വിജയം പറഞ്ഞില്ലാത്തതുകൊണ്ട് ചെയ്യാൻ പറ്റുകയില്ലാത്തൊരു അസുഖമാണ്. ആദ്യം എഴുതുകയും സാധാരണ കുട്ടികളെ പോലെ ഓടുകയും ചാടുകയും കളിക്കുകയും എല്ലാം ചെയ്തിരുന്ന കുട്ടിയായിരുന്നു. അവിടുന്ന് കൂടിക്കൂടി വന്നിട്ടാണ് ഇപ്പോൾ ഭക്ഷണം വാരി കൊടുക്കേണ്ട അവസ്ഥയാണെന്നുള്ളത്. കാലും നടക്കാൻ വയ്യാത്ത അവസ്ഥയിലേക്ക് പോകുന്നൊരു കണ്ടീഷനിലെത്തി. ചികിത്സ ചെയ്തിട്ട് കാര്യമില്ലാത്ത അവസ്ഥയിലേക്ക് എത്തുമ്പോഴാണ് ലാസ്റ്റ് പിടിവള്ളി പോലെ ഞാൻ കൃപാസനത്തെ പറ്റി അറിയുകയും ഞാൻ ഈ അമ്മയുടെ അനുഗ്രഹത്താൽ ഞാനിവിടെ എനിക്ക് വരാൻ സാധിക്കുകയും ചെയ്തത്. ആ വരവ് എൻ്റെ ജീവിതം മൊത്തം മാറ്റിമറിക്കാനിടയായി. ഞാൻ വരുന്നതിന് തലേന്ന് തന്നെ അത്യാവശ്യം മദ്യമെല്ലാം കഴിച്ചിട്ട് ബാക്കി മദ്യം എടുത്ത് വീട്ടിൽ വെച്ചിട്ടാണ് ഞാൻ വന്നത്. ചെന്നിട്ട് കഴിക്കണമല്ലോ. എൻ്റെ ഭാര്യയെ കൊണ്ട് ഉടമ്പടി എടുപ്പിക്കാം. എനിക്കിങ്ങനെ സാധാരണ പോലെ ഞാൻ പൈസ വെച്ച് ചീട്ട് കളിക്കാൻ പോകുന്നൊരു വ്യക്തിയായിരുന്നു. അതുപോലെ തന്നെ പണിക്കെല്ലാം പോവും, എന്നാലും ഇതും പോവും. ഈ മദ്യം ഇടയ്ക്കിടയ്ക്ക് കഴിക്കുകയും ചെയ്യുമായിരുന്നു. ഞാൻ ഈ ഉടമ്പടി എടുക്കാൻ വന്നു. ഇവിടെ വന്ന് ഉടമ്പടി എടുത്തപ്പോൾ എനിക്ക് മാതാവിനെ എടുക്കാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടി. ആ മാതാവിനെ എടുത്ത് അവിടുന്ന് ഈ ആൾത്താരയിലേക്ക് വന്നത് എനിക്ക് ഇപ്പോഴും ഓർമ്മയില്ലാത്ത അവസ്ഥ. എൻ്റെ എല്ലാ പാവം തീർന്ന പോലെ അവസ്ഥയിലേക്ക് ഞാൻ മാറി വന്നു. അങ്ങനെ ഞാൻ ഇവിടെ വന്നു. ഞാൻ വീട്ടിൽ തിരിച്ചു വന്നിട്ട് എൻ്റെ ഈ മദ്യം എടുത്ത് ഞാൻ മറിച്ച് കളയുക മാത്രമല്ല, ഈ ചീട്ടുകളി അതിനുശേഷം ഇന്ന് ഈ നേരം വരെ ഞാൻ ചീട്ടുകളി പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കപ്പെട്ടു. എനിക്കത് എൻ്റെ മെമ്മറിയിൽ നിന്ന് ഈ സംഭവം പോയ അവസ്ഥയിലേക്ക് എനിക്ക് മാതാവ് എന്നെ അത്രമാത്രം എന്നെ ഉയർത്തി തന്നു. പിന്നെ പറയേണ്ട കാരണം ഇവൻ ഈ അസുഖം കൂടിക്കൂടി വന്ന അവസ്ഥയിൽ രണ്ടാമത്തെ പ്രാവശ്യം പുതുക്കാൻ വേണ്ടി വന്ന സമയത്ത് അച്ഛൻ്റെ ഇവനെ തലയിൽ കൈവച്ച് ബ്ലെസ് ചെയ്തായിരുന്നു. ബ്ലെസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ പിന്നെ ഇവൻ ഈ കാലിൻ്റെ വിറയിൽ പൂർണ്ണമായി നിന്നൊരവസ്ഥയിലേക്ക് പരിശുദ്ധ മാതാവ് എന്നെ അനുഗ്രഹിച്ചു, നമ്മുടെ കുടുംബത്തെ അനുഗ്രഹിച്ചു. അതേപോലെ തന്നെ ഇവൻ്റെ ഈ ഭക്ഷണം കഴിക്കാൻ വാരി കൊടുക്കേണ്ട അവസ്ഥ ഓൾറെഡി ഉണ്ട്. അതേപോലെ തന്നെയാണ് എൻ്റെ വൈഫിന് സൈക്കാട്രി ഗുളിക വരുന്ന സമയത്ത് ഞങ്ങൾ വരുമ്പോൾ ഒന്നിച്ചാണ് ഇവിടെ ആൾത്താരിലേക്ക് ഞങ്ങളെല്ലാം വന്നത്. അപ്പോൾ ഇവിടെ ഇരുന്നിട്ട് കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ മാതാവേ, ഞാൻ 6-7 ഗുളിക കഴിക്കുന്നുണ്ട് ദിവസം, എന്നെ ഈ ഗുളിക തീറ്റി എന്നെ അമ്മ മാറ്റിത്തരണമേ എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഇവിടെ ഇരുന്നു. ഞാൻ ഉടമ്പടിയിലെടുത്ത് വന്നു കഴിഞ്ഞിട്ട് ഈ പ്രാർത്ഥന വീട്ടിൽ പോയി. ഇവിടെ അന്ന് ചെന്ന പിറ്റേ ദിവസം വലിയ ഗുളിക മൊത്തം എടുത്ത് സൈഡിലേക്ക് വെച്ചു. ഗുളിക കഴിച്ചിട്ടില്ല, ഞാൻ അറിയുന്നുണ്ടായില്ല. അതായത് 2 മാസം കഴിഞ്ഞിട്ട് ഞാൻ നോക്കുമ്പോൾ ഈ ഗുളിക മൊത്തം അവിടെ ഇരിക്കും. ഞാൻ കൃത്യമായി മാസം തോറും വാങ്ങിച്ചുകൊണ്ട് കൊടുക്കും. ഇവിടെ തന്നെ എടുത്ത് കഴിക്കുകയും ചെയ്യുമായിരുന്നു. ആ ഗുളിക എല്ലാം അവിടെ തന്നെ ഇരിക്കും. ഞാൻ ആ പേടിച്ചു. പക്ഷേ ഇവൾക്ക് വിഷമൊന്നുമില്ല, എല്ലാ അസുഖം സാധാരണ പോലെ നല്ല നീറ്റ്, കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. പ്രസ്ഥാനാന്തരം മുഖാന്തരമുണ്ടായ ഇതന്ന് ഷോക്ക് മുഖാന്തരം ഉണ്ടായിട്ടാണ് ഈ അസുഖം വന്നത്. അതൊരു കോഴ്സ് കഴിഞ്ഞാൽ കുറയുമ്പോൾ ഡോക്ടർ കണ്ടിന്യൂട്ട് കുറേ കഴിക്കണം എന്ന് പറഞ്ഞ ഗുളികയാണ്. മാതാവിൻ്റെ അനുഗ്രഹത്താൽ അവൾ അന്ന് തൊട്ട് നിർത്തിയ ഗുളിക ഇന്ന് വരെ കഴിക്കേണ്ടി വന്നിട്ടേയില്ല. ഡോക്ടർ പറഞ്ഞു ആ നിർത്തി അവിടെ തന്നെ നിന്നോട്ടെ, ഇനി കഴിക്കുകയും വേണ്ടെന്ന്. അങ്ങനെ പരിശുദ്ധ മാതാവ് യേശു ക്രിസ്തു എന്നെ ആ രീതിയിൽ എൻ്റെ കുടുംബത്തെ ഏറ്റവും വലിയ അനുഗ്രഹം തന്ന് അനുഗ്രഹിച്ചു. അതേപോലെ തന്നെ അവന് ഈ കാലും വിഷമമുണ്ടായിട്ടും ഇവന് ഈ ഭിന്നശേഷി വിഭാഗത്തിൽ കഴിഞ്ഞ കൊല്ലം സ്പോർട്സിൽ കൊച്ചിയിലേക്ക് കണ്ണൂർ ജില്ലാ ചാമ്പ്യനായിട്ട് സ്റ്റാൻഡ് ജമ്പിങ്ങിൽ പങ്കെടുത്തിട്ട് കണ്ണൂർ ജില്ലയിൽ 4ാം സ്ഥാനത്തിലേക്ക് എത്താൻ എൻ്റെ മോന് കഴിഞ്ഞു. ഏറ്റവും കൂടുതൽ അഭിനന്ദനം കിട്ടിയ വർഷമായിരുന്നു അത് കഴിഞ്ഞ കൊല്ലം. വലിയ അനുഗ്രഹമായിരുന്നു. കാരണം അവനിത് കൊച്ചിയിലേക്ക്, അതായത് സംസ്ഥാനത്തേക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. അതിലെല്ലാവരും ഒരുപാട് ആൾക്കാർ വന്ന അഭിനന്ദനങ്ങൾ കൊടുത്ത് 23 മൊമെൻറ്റുകളും ഇതിന് കിട്ടുകയും മെഡലുകൾ കിട്ടുകയല്ല ഇതിന് ചെയ്തായിരുന്നു. അതേപോലെ ഈ കഴിഞ്ഞ വർഷം ഇപ്പോൾ ഈ സംസ്ഥാനത്തിലേക്ക് കിട്ടാൻ വേണ്ടി ഫുട്ബോൾ കളിക്കാൻ വേണ്ടിയിട്ട് ഇവന് സാഹചര്യം കിട്ടുകയുണ്ടായി. കണ്ണൂർ ജില്ല ഒരുപാട് ഏരിയകൾ കളിച്ചിട്ട് കണ്ണൂർ ജില്ലയിലേക്ക് കളിക്കുക. കണ്ണൂർ ജില്ലയിൽ ഇവന് കളിക്കാൻ പോകുന്ന സമയത്ത് ഇവൻ്റെ കളി വളരെ മോശമായി. വിശ്വാസപ്രമാണം ചൊല്ലി ഞാൻ ഇവൻ്റെ കീശയിലേക്ക് കാശ് രൂപം എടുത്ത് ഇടുകയുണ്ടായി. അവിടുന്ന് 3 ഗോൾ അടിച്ച ഇവന് കണ്ണൂർ ജില്ലാ ചാമ്പ്യനായിട്ട് ഇവൻ തിരഞ്ഞെടുത്തിട്ട് സംസ്ഥാനത്തേക്ക് കളിക്കാനുള്ള സാഹചര്യം ഉണ്ടായി. അങ്ങനെ ഈ വർഷം തിരുവനന്തപുരത്ത് എക്സ്ക്ലൂസീവ് ഇതിൽ പങ്കെടുക്കുകയും ഈ പത്രമെല്ലാം എല്ലാ പത്രത്തിലും ഇവനെക്കുറിച്ച് വന്ന വാർത്തയാണ്. ഈ സംസ്ഥാനമല്ല ലോകം മൊത്തം ഇവനെ അറിയേണ്ട ഈ പത്രം കണ്ടെടുത്ത് എല്ലാ പത്രങ്ങളിലും മനോരമ, മാതൃഭൂമിയുള്ള എല്ലാ പത്രങ്ങളും ഇവനെക്കുറിച്ച് ഫ്രണ്ട് പേജിൽ തന്നെ 22-ാം തീയതി വന്ന വാർത്തയാണ് ഇത്. അങ്ങനെ ഇവന് പരിശുദ്ധാത്മാവിന് ശക്തി നിറച്ച് ഇവനെ കൃത്യമായിട്ട് പരിശുദ്ധാത്മാവിനെ ഇവനെ അത്രമാത്രം സ്നേഹിക്കുകയും ആ കാശ് രൂപം ഉപയോഗിച്ചാണ് ഇവൻ ഇറങ്ങുകയും ചെയ്തത്. അവന് നല്ല രീതിയിൽ കളി പെർഫോമൻസ് വെക്കാൻ പറ്റുകയും അതേപോലെ തന്നെ പരിശുദ്ധാത്മാവ് ഈശ്വര ശക്തിയാൽ ഇവനെ ഉയർത്തപ്പെടുകയും എല്ലാവരാലും ഉയർത്തപ്പെടുകയും ചെയ്ത അവസ്ഥ
നമ്മൾ ആനന്ദം അറിയാൻ ഇടയായി. അതേപോലെ തന്നെ പറഞ്ഞതുപോലെ എൻ്റെ വീട്ടിലൊരു തെങ്ങുണ്ട്. അങ്ങനെ നശിച്ചു പോലൊരു തെങ്ങായിരുന്നു. 6 വർഷമായ തെങ്ങ. അത് കൂമ്പ് ഇങ്ങനെ അഴുകിപ്പോയിട്ട് വലിച്ചൂരി കളയും ചെയ്തായിരുന്നു. എന്നിട്ട് ഞാനത് മുറിക്കാൻ വേണ്ടി മിഷ്യൻവാൾ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ വിശ്വാസപ്രമാണം ജോലിയായിട്ട് ഞാൻ ഉപ്പ് കൊണ്ട് ഇതിൻ്റെ കവളിലിട്ടു. കഴിഞ്ഞിട്ട് ഒരാഴ്ച 2 ആഴ്ച കഴിഞ്ഞിട്ട് ഇത് പിന്നെ അനക്കമൊന്നുമില്ല. ഞാനത് പോയെന്ന് വിചാരിച്ചു. പിന്നെ ഒരു മാസത്തേക്ക് എനിക്ക് അടുത്ത് പോകാൻ പറ്റിയില്ല. ഞാൻ ഇങ്ങോട്ട് വരുന്നതിന് 2-3 ദിവസം പോയി നോക്കുമ്പോൾ ഈ സംഭവം കൂമ്പെടുത്ത് നല്ല രീതിയിൽ ആയി വരുന്നുണ്ട്. അങ്ങനെ നമുക്ക് ആ വ്യഞ്ചരിച്ച വസ്തുക്കൾ ഉപയോഗിച്ച് ഒരുപാട് അനുഗ്രഹങ്ങൾ, ചെറുതൊന്നുമല്ല, എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട്. എൻ്റെ കുടുംബത്തിൽ വളരെ സന്തോഷവും സമാധാനം നിലനിന്ന് പോകുന്നുണ്ട്. മൂത്ത മകന് ജോലി കിട്ടിയ കാര്യം കിട്ടിയിട്ടുണ്ട്. അത് അച്ഛൻ ആൾക്കാരെ പറഞ്ഞ ഒരു വാക്ക് കൃത്യമായിട്ട് എൻ്റെ മകൻ്റെ കാര്യമായിരുന്നു. അതേപോലെ തന്നെ അത് സംഭവിച്ചിട്ടുണ്ട്. അത് എസ്സിൽ തുടങ്ങുന്ന ഒരാൾ സാക്ഷ്യം പറയുമെന്ന് അച്ഛൻ പറയുന്നുണ്ടായിരുന്നു. എൻ്റെ പേര് സജികുമാർ എന്നാണ്. അത് അച്ഛൻ പറഞ്ഞ ഡേറ്റിൽ തന്നെ അത് കൃത്യമായി കിട്ടി. അത് അച്ഛൻ ഇവിടെ പറഞ്ഞാൽ ഞാൻ കേട്ടതായിരുന്നു. അത് കൃത്യമായിട്ട് ആ ഒരു അനുഗ്രഹം കിട്ടിയിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ അച്ഛൻ്റെ എല്ലാ ദിവസവും പ്രാർത്ഥന ഞാൻ ടോക്കുകൾ കേൾക്കുകയും പ്രാർത്ഥന കൃത്യമായിട്ട് ഞാൻ 10-13 ഗ്രൂപ്പിലേക്ക് ഞാൻ ഷെയർ ചെയ്യുകയും ചെയ്യും. കിട്ടുന്ന പത്രങ്ങളെല്ലാം കൃത്യമായിട്ട് ഞാൻ ഗവൺമെൻറ് ആശുപത്രികളിൽ തന്നെ കിട്ടേണ്ട അർഹതപ്പെട്ട ആൾക്കാർക്ക് കിട്ടണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ പത്രം കൊണ്ടുപോയിട്ട് ഞാൻ കൊണ്ടു കൊടുക്കുക. ഓരോ ദിവസവും ഈ പത്രം തീരുമ്പോൾ ഒരാളെ പോയിരിക്കും. പെട്ടെന്ന് കൊടുത്തു തീർക്കുമല്ല ചെയ്യുക. വിശ്വാസ പ്രമാണമെല്ലാം ചൊല്ലി അവരുടെ കാര്യങ്ങളെല്ലാം അന്വേഷിച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞ് അന്വേഷിച്ച് എൻ്റെ ജീവാനുഭവങ്ങളും എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെല്ലാം പറഞ്ഞിട്ടാണ് ഞാൻ പത്രം കൊടുക്കുക. അങ്ങനെ തന്നെ 6 ആളോളം ഇവിടെ വന്നിട്ടുണ്ട്. എൻ്റെ കൂടെ ഇന്ന് അതേപോലെ തന്നെ വീടിന് അലുക്കത്തൊരു ചേച്ചി വന്നിട്ടുണ്ട്. ചേച്ചി വരാൻ കാരണം അവരുടെ ചേച്ചിയുടെ അനിയത്തിലെ മകൾക്ക് മഞ്ഞപ്പിത്തം, ഈ ചെള്ളുപനി, കുറേ അസുഖങ്ങളൂടെ വന്നിട്ട് അവർ അഡ്മിറ്റായിരുന്നു. ഞാൻ ഈ ഉപ്പ് കൊണ്ടുപോയി കൊടുത്ത് പ്രാർത്ഥിച്ചിട്ട് ഞാൻ പറഞ്ഞു ഇത് കൊടുക്കണമെന്ന് പറഞ്ഞു. ഡോക്ടർക്കാനെ മിർക്കിളായിപ്പോയി. ഡോക്ടർ വെച്ച് ഇത് എങ്ങനെ മാറിയെന്നാണ് ചോദിച്ചത്. ആ മഞ്ഞപ്പിത്തം ഫുള്ളായിട്ട് പോവുകയും അവർക്ക് ഒരു കുഴപ്പമില്ല. അതിൽ വിശ്വാസം അവർ ഇന്ന് ഉടമ്പടി ഇപ്പോൾ എടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ആൾത്താറയിൽ സാക്ഷ്യം പറയാൻ എനിക്ക് അനുഗ്രഹം കിട്ടിയ ഈ പരിശുദ്ധാത്മാവിനും ആയ ഈശോയ്ക്കും കൃപാസന മാതാവിനും 1000 കോടി നന്ദി പറയുന്നു. കാരുണ്യ പ്രവർത്തികൾ എന്ന് പറഞ്ഞത് ഞാൻ വയ്യാത്തൾക്ക് പൊതിച്ചോറ് കൊടുക്കലുണ്ട്. പാവങ്ങളെ കണ്ട വിഷമമുള്ളവർ പറഞ്ഞൊക്കെല്ലാം ഞാൻ പൈസ കൊടുത്ത് സഹായിക്കുന്നുണ്ട്. ഒരുപാട് പാവങ്ങൾക്കെല്ലാം ഞാനൊക്കെ ഓണം വിഷുവൊക്കെ അങ്ങനെയുള്ള ദിവസങ്ങളിൽ കിറ്റുകൾ വാങ്ങിയിട്ട് ഞാനും എൻ്റെ കുടുംബം അടക്കം പോയിട്ട് കൃപാസന പത്രം അടക്കം വെച്ച് കൃപാസമാതാവ് തരുന്നതാണ് എന്ന് പറഞ്ഞാണ് ഞാൻ ഈ സംഭവം കൊടുക്കുക. പിന്നെ ആശുപത്രിയിൽ അസുഖങ്ങളെല്ലാം വന്ന ആൾക്കാരെ ഞാൻ എൻ്റെ വണ്ടി കൂട്ടി ഞാൻ കൊണ്ട് ഒരു പൈസ പോലും ഞാൻ മേടിക്കില്ല. സ്വന്തമായ വണ്ടിയാണ്. ആ വണ്ടി കൊണ്ട് ഞാൻ പോവുകയും അവിടെ കൂട്ടിരിക്കുകയും എല്ലാം ചെയ്ത് അത് പറയാൻ വേണ്ടി ഒരാൾക്കൊരു 10 പൈസയില്ല ഒരാൾക്ക് കൂട്ടിരിക്കാൻ പോയ സമയത്ത്, അതായത് എന്നെ ഇവിടത്തേക്ക് പറഞ്ഞിട്ടാണ് കൂട്ടിരിക്കാൻ പോയ സമയത്ത് എൻ്റെ 5 പൈസ പോലില്ല. ഞാനിപ്പോൾ അവിടെ അവർക്ക് കൂട്ടിരിക്കാൻ പോയേ പറ്റുള്ളൂ. കാരണം അവരുടെ വീട്ടിലെ സാഹചര്യം ആരും വന്ന് ഇരിക്കാനുമില്ല. ഞാൻ രാവിലെ പോയി അവിടെ കൂട്ടിരുന്നു. ഉച്ചയ്ക്ക് ചോറ് കൊടുത്ത സമയത്ത് ഞാൻ അവിടെ ഉച്ചയ്ക്ക് കിടന്ന് വാങ്ങി പോകുമ്പോൾ 2-2ഉം 2-5ഉം ഇങ്ങനെ ഒരു ചുമല മഷി കാണുമ്പോൾ കട്ടയ്ക്ക് കാണിക്കുന്നുണ്ട്. വിനായക മാതാവിൻ്റെ എന്തെല്ലാം കാണിക്കുന്നുണ്ട്. ഞാൻ അത് കഴിഞ്ഞിട്ട് അന്ന് വൈകുന്നേരം ഞാൻ വണ്ടി എടുത്ത് വീട്ടിലേക്ക് വരുമ്പോൾ ഏറ്റവും ഇന്ന് ഒരു 500 രൂപ ഉണ്ട് എടുത്തേക്കാൻ വിചാരിച്ചത്. അവിടെ വണ്ടി നിർത്തിയിട്ട് എടുക്കുമ്പോഴത്തേക്കാണ് ഈ ലോട്ടറി ടിക്കറ്റ് കാണുന്നത് 2-2ഉം 2-5ഉം. ഞാൻ എടുത്ത് എന്തായാലും മാതാവിൻ്റെ രക്ഷപ്രവർത്തിക്ക് പോയതല്ലേ, മാതാവ് എന്നെ കാണിച്ചല്ലേ, ഇത് എടുത്തേക്കാൻ വിചാരിച്ചു. ഞാൻ ഇതെടുത്തു. 9 ടിക്കറ്റ് ഉണ്ടായിരുന്നു. ഞാൻ ടിക്കറ്റ് എടുത്ത് ഗീശ വെച്ചു. പിറ്റേ ദിവസം നോക്കുമ്പോൾ മാതാവ് എനിക്ക് തന്നത് 45,000 രൂപയാണ്. അതായത് ഒരു പൈസ പോലും ഇല്ലാണ്ടിരുന്നിട്ട് ഞാൻ വിഷമിച്ച സമയത്ത്, അതോ മഴക്കാലവും എൻ്റെ ഒരു 10 പൈസയില്ല. ഞാൻ അവർക്ക് വണ്ടി എണ്ണ അടിച്ചത് മാത്രമല്ല എൻ്റെ ഒന്നും ഉണ്ടായില്ല. അവർക്ക് ഭക്ഷണം മേടിച്ചെടുക്കാൻ പൈസ ഉണ്ട്. ഞാൻ തന്നെ മേടിച്ചെല്ലാം കൊടുത്തു. എനിക്ക് മാതാവ് അങ്ങനെ ഒരുപാട് അനുഗ്രഹം, ചെറുതൊന്നുമല്ല, ഞാൻ വിളിച്ച വെളിപ്പുറത്ത് കിട്ടുന്ന പോലെ എനിക്ക് കിട്ടലുണ്ട്. അതേപോലെ തന്നെ ഒരു സ്ഥലം, എൻ്റെ വൈഫിൻ്റെ സ്ഥലം ഉണ്ടായിരുന്നു. ആ സ്ഥലം ഞാൻ ഈ ഒരു 10-20 ദിവസമേ ഉള്ളൂ. ഞാൻ അവിടെ പോയിട്ട് അത് വിൽക്കാതെ വേറെ മാർഗ്ഗമില്ല. അസുഖങ്ങളും കാര്യങ്ങളും കുറേ പൈസയുടെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഞാൻ ഉപ്പ് വെഞ്ചരിച്ച് ആ പറമ്പിൽ കൊണ്ടിട്ടു. ഇപ്പോൾ അത് എഗ്രിമെൻറ്റ് കഴിഞ്ഞിട്ട് 10 ദിവസമേ ഉള്ളൂ. ആ സ്ഥലം അതിൻ്റെ പകുതി പൈസ തന്നിട്ട് അത് വിറ്റ് പോകാൻ ഇടയായി. അത് നേരത്തെ വസ്തുക്കൾ ഉപകാരം ആ രീതിയിൽ കിട്ടിയിട്ടുണ്ട്. അതിന് വയ്യാത്ത ആൾക്കാർ എൻ്റെ വീട്ടിന് വെച്ച ഓടി ഞാൻ അവർക്ക് സംഭാവന അമ്മനെ വെറുതെ കൊണ്ട് കൊടുക്കുകയും അവർക്ക് വീട് പണിക്ക് വേണ്ടുന്ന 2 ദിവസം സേവന പ്രവർത്തനമായിട്ടും എല്ലാവരും എന്ത് സേവന പ്രവർത്തനം വന്നാലും നാട്ടുകാരുടെ ആവശ്യങ്ങൾക്കെല്ലാം ഞാൻ ഓടിപ്പോയി എന്നെക്കൊണ്ടാവുമ്പോൾ എല്ലാം ചെയ്യലുണ്ട്. ഇതേപോലെ അനുഗ്രഹം ചെയ്തു തന്ന കൃപാസന മാതാവിനും ഈശോയ്ക്കും 1000 കോടി നന്ദി. ഈശോയ്ക്കും ഒരുപാട് നന്ദി പറയുന്നു. എൻ്റെ പേര് നീനു മേരി ജോസഫ്. ഞാൻ പത്തനംതിട്ടയിൽ നിന്ന് വരുന്നു. ഞാൻ 2024 നവംബർ 23 ഉടമ്പടി എടുത്തത്. ഇതിൻ്റെ 2ാമത്തെ സാക്ഷ്യമാണ്. ഞാൻ ആദ്യമായിട്ട് പറയാൻ പോകുന്നത് എൻ്റെ കേറ്ററ്റ് എക്സാമിന് പരിശുദ്ധ അമ്മ വഴി ഈശോ എനിക്ക് എന്ന അനുഗ്രഹത്തിനാണ്. ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത് ഒരു എലിജിബിൾ ടീച്ചറായിട്ടാണ്. അതെനിക്ക് ഈ ടൈറ്റിൽ എനിക്ക് തന്നത് തന്നെ പരിശുദ്ധ അമ്മയാണ്. ഞാൻ ഉടമ്പടി എടുത്തിട്ട് ഒരു തവണ കേറ്ററ്റ് എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ ഫെയിലായിരുന്നു ആയത്. പക്ഷേ
അന്ന് എനിക്ക് പരിശുദ്ധമ്മ വേറൊരു സാക്ഷ്യം പറയാൻ അവസരം തന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ കൂടെയുള്ളൊരു കുട്ടിക്ക്, അക്രൈസ്തയായിട്ടൊരു കുട്ടിക്ക് അന്ന് കേറ്ററ്റിൻ്റെ എക്സാം പാസ്സായിട്ടുണ്ടായിരുന്നു. അത് ഞാൻ കഴിഞ്ഞ സാക്ഷ്യത്തിൽ ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ തോൽവി അന്ന് എനിക്കൊരു തോൽവി ആയിരുന്നില്ല. ഞാൻ പോലും അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. ഞാൻ ഒരു പരാതി പോലും പരിശുദ്ധ അമ്മയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതെനിക്ക് ഭയങ്കര വലിയൊരു സന്തോഷമാണ്. കാര്യം അക്രൈസ്തയായിട്ടുള്ള ആ കുട്ടിക്ക് പരിശുദ്ധ അമ്മ വഴി നൽകി അവിടെ വിശ്വാസം വർദ്ധിച്ചു എന്നുള്ളതായിരുന്നു. അതായിരുന്നു എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ വിജയം. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു പരാതിയും കൂടാതെ എൻ്റെ ഉടമ്പടിയിൽ കൂടുതൽ വിശ്വാസത്തോടെ മുന്നേറി. അതിനുശേഷം എനിക്ക് അടുത്ത ഡേറ്റ് വന്നു എൻ്റെ കേറ്ററ്റ് എക്സാമിന്. അങ്ങനെ ഞാൻ അപ്ലൈ ചെയ്തു. എൻ്റെ സ്റ്റഡി സമയത്ത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാര്യം ഞാൻ ഒരുപാട് യൂട്യൂബ് ക്ലാസ്സസ് കണ്ട് പഠിക്കാൻ തുടങ്ങി. എനിക്കന്ന് ഫ്രീ ആയിരുന്നു, എനിക്ക് ഇത് മാത്രം പഠിച്ചാൽ മതിയായിരുന്നു. പക്ഷേ ഞാൻ ക്ലാസ് കണ്ട് 1 മണിക്കൂർ കഴിയുമ്പം ഞാൻ പഠിച്ചതൊന്നും എനിക്ക് ഓർമ്മയുണ്ടാവില്ല. അത് കഴിഞ്ഞ് വീണ്ടും ക്ലാസ് റിപ്പീറ്റ് ചെയ്ത് കാണാൻ തുടങ്ങി. കണ്ട ക്ലാസ് തന്നെയാണ് 3-4 തവണ വീണ്ടും കണ്ടു. ഒരു രക്ഷയില്ല, ഒരു ഓർമ്മയില്ല. നോട്ട് എഴുതി പഠിച്ചു, എഴുതിയ നോട്ട് വീണ്ടും വായിച്ചു. അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി എൻ്റെ മെറിറ്റിൽ ഇതെനിക്ക് കിട്ടില്ല എന്ന് മനസ്സിലായി. കാര്യം എനിക്ക് മുന്നോട്ട് പഠിക്കാനുള്ള ചാൻസ് പോലും ഉണ്ടായിരുന്നില്ല. കാര്യം അത്രത്തോളം മാനസികമായിട്ട് ഞാൻ വിഷമിച്ചിരുന്നു. പഠിക്കുന്ന സമയം മുഴുവൻ കരച്ചിൽ മാത്രമായിരുന്നു. ഇപ്പോൾ എത്രത്തോളം പേർക്ക് ഇത് മനസ്സിലാവുമെന്ന് അറിയത്തില്ല. കാര്യം അത്രയും പഠിച്ചിട്ട് പോലും ഒരു ഓർമ്മയില്ലാത്തൊരവസ്ഥയെന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കുന്ന എഫേർട്ട് മുഴുവൻ അവിടെ 0 ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ പരിശുദ്ധ അമ്മയ്ക്ക് പൂർണ്ണമായിട്ടും വിട്ടുകൊടുത്തു. ഞാൻ അമ്മയോട് പറഞ്ഞു, ഇത് എന്നെ കൊണ്ട് നടക്കുന്ന കാര്യമല്ല. എനിക്ക് പക്ഷേ ഞാൻ ഈ 2 വർഷം പഠിച്ചതും ഞാൻ ആ DLED എന്നുള്ള കോഴ്സ് പാസ്സായതും പരിശുദ്ധ അമ്മ എന്നെ അനുഗ്രഹിച്ചു. ഞാൻ ഒരു സാക്ഷ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു, ഞാനിത് പാസ്സായത് അമ്മയാണ്. അപ്പം ഞാൻ പാസ്സായതിന് വല്ല വിലയും വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഈ എക്സാം പാസ്സായാലേ എനിക്ക് സ്കൂളിൽ ടീച്ചറായിട്ട് പഠിപ്പിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ കോഴ്സ് ഞാൻ പാസ്സായിട്ടുണ്ടെങ്കിൽ ഈ എലിജിബിലിറ്റി ടെസ്റ്റ് എന്നെ അമ്മ പാസ്സാക്കണമെന്ന് പറഞ്ഞു. ഞാൻ പ്രാർത്ഥിച്ചു. എക്സാം അടുക്കും തോറും എൻ്റെ പഠനം കുറഞ്ഞു വന്നു. കാര്യം ബുക്ക് തുറക്കുമ്പോൾ എനിക്ക് ടെൻഷനാവും, എനിക്ക് ഡിപ്രഷനാകും, കരച്ചിലാണ്. അതുകൊണ്ട് എനിക്ക് എന്നെ മെൻ്റലി ഞാൻ ഒട്ടും ഓക്കെ അല്ലാത്തതുകൊണ്ട് ഞാൻ പതുക്കെ പഠനം അങ്ങ് കുറച്ചു. പക്ഷെ ഞാൻ ഉടമ്പടിയിൽ നന്നായിട്ട് നിന്നു, നന്നായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ദിവസം 6 ജപമാലയൊക്കെ മുട്ടി നിന്ന് ചൊല്ലാൻ തുടങ്ങി. കാരുണ്യപ്രവൃത്തിയും പ്രേക്ഷിത പ്രവർത്തനമൊക്കെ നന്നായിട്ട് ചെയ്തു. അങ്ങനെ എക്സാം ടൈം വന്നു. ഞാനന്ന് നന്നായിട്ട് പ്രാർത്ഥിച്ചിടും. ഫുള്ള് ഞാൻ മാതാവിൻ്റെ ഒക്കെ കൊടുത്തു. ഞാൻ ഇത്രയും പഠിച്ചു എന്നൊന്നും ഞാൻ പറഞ്ഞില്ല. കാര്യം പഠിച്ചതൊക്കെ വെറും 0 ആയിരുന്നു. അതുകൊണ്ട് തന്നെ അതിനകത്തൊന്നും എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നില്ല. എനിക്ക് ഉറപ്പായിരുന്നു എൻ്റെ ജീവിതം മുന്നോട്ട് പോകണമെങ്കിൽ ഈശോയും മാതാവും കൂടെ ഇല്ലാതെ നടക്കുകയില്ല എന്നുള്ളത്. ഞാൻ മാതാവിനോട് ഈശോയോടും പറഞ്ഞു, ഞാൻ തോറ്റാലും ജയിച്ചാലും കുഴപ്പമില്ല, എനിക്ക് എന്തായാലും അമ്മയും ഈശോയും മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് പക്ഷേ ഞാൻ തോറ്റ് കഴിഞ്ഞാൽ, ഞാൻ ആദ്യത്തെ തവണ ഫെയിലായപ്പോഴും എൻ്റെ കൂടെയുള്ള കുട്ടികളോട് എല്ലാവരോടും ഞാൻ പറയുമായിരുന്നു, നിങ്ങൾ ഇവിടെ വരണം, ഉടമ്പടി എടുക്കണം, പാസ്സാകും. അപ്പം ആദ്യം ഞാൻ തോറ്റപ്പോഴും ഞാൻ ഈ പറയുന്നതിനകത്ത് ഒരു കുറവും വരത്തില്ല, ഞാൻ കൂട്ടിയതേ ഉള്ളൂ. അപ്പം ഈ തവണ ഞാൻ തോറ്റുപോയി കഴിഞ്ഞാൽ അവരുടെ മുന്നിൽ അവരെന്നോട് പറഞ്ഞില്ലെങ്കിൽ ഉള്ളിൻ്റെ ഉള്ളിൽ അവർക്ക് തോന്നും ഇതൊക്കെ വെറുതെയാണ്. അതുകൊണ്ട് അതിനിടയാക്കല്ല. അതുകൊണ്ട് അതിന് വേണ്ടിയിട്ടെങ്കിലും കാറ്റഗറി 1ഉം 2 എക്സാം. നമുക്ക് LP പഠിപ്പിക്കാനൊന്നും UP പഠിപ്പിക്കാനൊന്നും ഏതെങ്കിലും ഒന്ന് എനിക്കൊന്ന് പാസ്സാക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എക്സാമിന് പോയി. എക്സാമിന് പോകുമ്പോൾ ഞാൻ ജപമാലയൊക്കെ ചൊല്ലിക്കൊണ്ടാണ് പോകുന്നത്. വേറെ പഠിക്കുന്ന കാര്യമൊന്നും തിരിഞ്ഞു നോക്കുന്നു പോലും, ടെക്സ്റ്റൊന്നും എടുക്കാതെ പോകുന്നത്. കാര്യം അതൊന്നും എടുത്തിട്ടൊരു കാര്യമില്ലെന്നുള്ളതുകൊണ്ട്. അങ്ങനെ ഞാൻ ബസ്സിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് എൻ്റെ ഓപ്പോസിറ്റ് കയറുന്ന ഒരു ചേച്ചിയുടെ കഴുത്തിൽ കൃപാസന മാതാവിൻ്റെ കാശുരൂപമായിരുന്നു. അതെനിക്ക് ഭയങ്കര ഒരു ബലമായിരുന്നു. ഞാനത് അടയാളമായിട്ട് തന്നെ സ്വീകരിച്ചു. ഞാൻ എക്സാമിന് പോയി. എക്സാം സെൻറ്ററിൽ കയറുന്ന ആ ഒരു ഗേറ്റിൻ്റെ അവിടെ തന്നെ ഞാൻ പരിശുദ്ധ അമ്മയുടെ വിശുദ്ധ ഉപ്പിട്ട് പ്രാർത്ഥിച്ചു. ഇനി ഒരിക്കലും 3ാമത് തവണ കൂടെ വന്ന് എഴുതാൻ ഇടയാക്കില്ല. കാരണം എഴുതാനുള്ള ബുദ്ധിമുട്ടുണ്ടല്ലോ, പഠിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്. ആ സമയത്തുണ്ടാകുന്ന മാനസിക പ്രശ്നം ഭയങ്കര വലുതാണ്. ഞാൻ പഠിക്കുന്ന സമയത്ത് ചിന്തിച്ചിട്ടുണ്ട്, എനിക്ക് ബുദ്ധിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഒന്ന് ഹോസ്പിറ്റലിൽ പോയി നോക്കിയാലോ, എൻ്റെ ഓർമ്മശക്തിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ. അത്രമാത്രം ഭയങ്കര ഒരു സഹന നിമിഷമായിരുന്നു. അപ്പം ഞാൻ അങ്ങനെ ഉപ്പിട്ട് പ്രാർത്ഥിച്ചിട്ട് ഹോളി കയറി. എക്സാം ഭയങ്കര ടഫായിരുന്നു, ഒന്നും അറിയില്ലായിരുന്നു, പഠിച്ചതൊന്നും തന്നെ വന്നിട്ടില്ലെന്ന് തന്നെ പറയാം. പക്ഷേ അറിയുന്നതൊക്കെ വെച്ച് എഴുതി. ഞാൻ ആദ്യം ഞങ്ങളുടെ ബബിളി ചെയ്യുന്നതിനകത്ത് നമ്മുടെ ഒറിജിനൽ എക്സാം പേപ്പറിനകത്ത് ബാക്കിലൊരു സെറോക്സ് കിട്ടും, നമുക്ക് വീട്ടിൽ കൊണ്ടുപോകാനായിട്ട് തന്നെ പിന്നീട് നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ ആദ്യമായിട്ട് ആ പരീക്ഷയ്ക്കകത്ത് എഴുതുന്നത് നമുക്ക് കിട്ടിയ സെറോക്സിനകത്ത് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന് എഴുതിയിട്ട് ഞാൻ എക്സാം തുടങ്ങുന്നത്. ഞാൻ ഓരോന്ന് ബബിൾ ചെയ്തപ്പോഴും പ്രത്യക്ഷ സാക്ഷിയാക്കി മാറ്റണേന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എഴുതി. ഞാൻ ഉപ്പിട്ട് ഇരിക്കുന്നിടത്ത് ഉപ്പിട്ട് എൻ്റെ പേപ്പറിലും ഉപ്പിട്ട് വിശ്വാസ പ്രമാണം പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ചൊല്ലി. വേറൊന്നും ഓർക്കാനോ ആലോചിക്കാനോ ഇല്ലായിരുന്നു. കാര്യം മനസ്സ് ഫുൾ ബ്ലാങ്ക് ആയിരുന്നു. ആകെ പ്രാർത്ഥന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മാതാവിനെ മുറുകെ പിടിച്ചു, കാശുരൂപം കയ്യിലുണ്ടായിരുന്നു. അങ്ങനെ എഴുതി തോന്നിയ ആൻസറൊക്കെ ബബിൾ ചെയ്തു. അത് കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞ് കാറ്റഗറി 2 എക്സാം ആയിരുന്നു. ഭയങ്കര ടഫ്, കാറ്റഗറി 1 ഭയങ്കര ടഫ്. ഇതുവരെയും കാണാത്ത ക്വസ്റ്റ്യൻസ്, ഒന്നും അറിയത്തില്ലെന്ന് വെച്ചാൽ ആ ഹോളിൽ ഇനി മുന്നോട്ട് എന്താവുന്ന പോലും അറിയാത്തൊരവസ്ഥയിൽ അതും ഇതുപോലെ തന്നെ
ഉപ്പിട്ടും വിശ്വാസ പ്രമാണം ചൊല്ലിയും പ്രത്യക്ഷീകരണ 150 ക്വസ്റ്റിനകത്ത് 150 എണ്ണത്തിന് ഞാൻ പ്രത്യക്ഷീകരണ സാക്ഷിയാക്കി മാറ്റണമെന്ന് പ്രാർത്ഥിച്ചു എഴുതി. അതിനുശേഷം ഞാൻ മാതാവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ റിസൾട്ട് വന്നാലും ഞാൻ ഇവിടെ വന്നിരുന്നിട്ടേ നോക്കത്തുള്ളൂ. എൻ്റെ വീട് പത്തനംതിട്ടയാണ്, നല്ല ദൂരമുണ്ട് വരാൻ. പക്ഷെ ഞാൻ ഉറപ്പിച്ചു എന്തൊക്കെ വന്നാലും ഇവിടെ വന്നിട്ടേ നോക്കത്തുള്ളൂ എന്ന്. ഡിസംബർ 3 എൻ്റെ റിസൾട്ട് വന്നു. പക്ഷെ എനിക്കിവിടെ വരാൻ പറ്റിയില്ല, വൈകുന്നേരമായിരുന്നു. ഞാൻ നോക്കിയില്ല. എല്ലാവരും ചോദിച്ചു നോക്കുന്നില്ലേ, ഞാൻ പറഞ്ഞു നോക്കുന്നില്ല എന്ന് പറഞ്ഞു. 7-ാം തീയതി ഇവിടെ വരണമെന്നുണ്ടായിരുന്നു, അന്നും നടന്നില്ല. അപ്പോഴും എല്ലാവരും നോക്കി, റിസൾട്ട് നോക്കി. അവർക്കൊക്കെ കാറ്റഗറി 1, അതും എഴുതിയതിനകത്ത് ഒരു 4 പേര്, എൻ്റെ കൂട്ടുകാരനകത്ത് കുറേ പേര് എഴുതിയതിനകത്ത് ഒരു 4 പേർക്ക് മാത്രമേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എനിക്ക് ഉറപ്പായി ഇത്രയൊന്നും അറിയാത്ത എനിക്ക് തോക്കും. പക്ഷേ ഞാൻ വിശ്വാസമൊന്നും മാറ്റില്ല. ഞാൻ മാതാവിനോട് പറഞ്ഞു എന്താണേലും ഞാൻ വിട്ടുപോകത്തൊന്നുമില്ല, പിന്നെ ഇവരുടെ മുന്നിൽ എന്നെ പിടിച്ചു നിർത്തണം, അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ എന്ന് പറഞ്ഞു. മുന്നോട്ട് പ്രാർത്ഥിച്ചു. 7-ാം തീയതി വരാൻ പറ്റിയില്ല. അത് കഴിഞ്ഞ് ഡിസംബർ 11 ഇന്ന് ഞാൻ ഇവിടെ വന്നു. ഇന്നാണ് ഞാൻ എൻ്റെ റിസൾട്ട് നോക്കുന്നത്. അപ്പോൾ എല്ലാവരും എന്നോട് ചോദിച്ചു നീ ഇങ്ങനെ പിടിച്ച് നിൽക്കുന്നത്, ഇത്രയും ടെൻഷൻ അടിച്ചു. ഞാൻ പറഞ്ഞു ടെൻഷനൊന്നുമില്ല, കാര്യം തന്നാലും തന്നില്ലേലും അത് മാതാവിൻ്റെ ഹിതമാണ്. മുന്നോട്ട് ഞാൻ പ്രാർത്ഥിക്കും, മുന്നോട്ട് ഞാൻ പാസ്സാണെങ്കിൽ ഇതേ എൻ്റെ വഴി ഇതേ ഉള്ളൂ, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഞാൻ ഇവിടെ വന്നു, രാവിലെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തു, പോയി കുമ്പസാരിച്ചു, ഒരു സമ്പൂർണ്ണ ജപമാല മുറ്റി നിന്ന് ചൊല്ലി. അതിനുശേഷം ഞാൻ പരിശുദ്ധ അമ്മയോട് പറഞ്ഞ് അവിടെ ഇരുന്ന് എൻ്റെ റിസൾട്ട് നോക്കി. ഞാൻ ഒന്നേ ചോദിച്ചുള്ളൂ മാതാവിൻ്റെ അടുത്ത്, മാതാവ് ഒന്നെങ്കിലും പാസ്സാക്കണം, കാര്യം എനിക്ക് ടീച്ചറാകാൻ വേണ്ടി, എനിക്ക് ടീച്ചറാകണോ വേണ്ട അമ്മയുടെ ഇഷ്ടമാണ്. പക്ഷേ ഇത് ഞാൻ എലിജിബിൾ ആണ്, കാരണം എൻ്റെ കൂടെ ഉള്ള ഒരുപാട് പേര് വിശ്വസിക്കുന്നുണ്ട്, അവരുടെ വിശ്വാസം നഷ്ടപ്പെടുത്തരുത്, എനിക്കത് മാത്രമേ ഉള്ളൂ. ഞാൻ എൻ്റെ കാറ്റഗറി 1 ആദ്യം നോക്കി. എനിക്ക് 90 മാർക്കാണ് വേണ്ടത്. എനിക്ക് 108 മാർക്ക് തന്ന് മാതാവിനെ അനുഗ്രഹിച്ചു. സെക്കൻഡ് നോക്കാൻ എനിക്ക് പേടിയായിരുന്നു, കാര്യം ഞാൻ ഇടയ്ക്ക് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു, മാതാവേ ഫസ്റ്റാണ് സെക്കൻഡിനെ അപേക്ഷിച്ച് എളുപ്പം, പക്ഷേ സെക്കൻഡ് തന്നാൽ എൻ്റെ കൂടെ ഉള്ളവർ ഉറപ്പായിട്ടും വിശ്വസിക്കും, കാര്യം അവരും എഴുതിയതാണ്, അവരാരും പാസ്സായിട്ടില്ല. എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പാണ് അവരുടെ വരും, പക്ഷേ ചോദിക്കാനുള്ള യോഗ്യതയില്ല, ഞാൻ ഒന്നും എഴുതിയിട്ടില്ല. പിന്നെ നിൻ്റെ ഹിതം, ഞാൻ ഒരുപാട് അങ്ങനെ വാശി പിടിച്ച് ചോദിക്കുക ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ ഞാൻ കാറ്റഗറി 2 നോക്കി, കിട്ടില്ലെന്ന് വെച്ച് നോക്കി. എനിക്ക് 90 മാർക്കാണ് വേണ്ടത്, എനിക്ക് 91 മാർക്ക് തന്ന് മാതാവിനെ അനുഗ്രഹിച്ചു. ഞാനിപ്പോൾ LP-യിലും UP-യിലും പഠിപ്പിക്കാൻ എലിജിബിൾ ആയിട്ടുള്ള ടീച്ചറായിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. ഈ ഒരു ടൈറ്റിൽ, ടീച്ചറിനുള്ള ടൈറ്റിൽ എനിക്ക് തന്നത് പരിശുദ്ധ അമ്മയാണ്. അതേസമയം തന്നെ ഞങ്ങൾക്ക് ഹോൾ ടിക്കറ്റ് കിട്ടുമ്പോൾ ഹോൾ ടിക്കറ്റ് നമുക്ക് വെരിഫിക്കേഷന് വേണ്ടി സൂക്ഷിച്ച് വെക്കണം. അപ്പം ഞാൻ എക്സാം സമയത്ത് ആ ടീച്ചറുകൾ പറഞ്ഞു ഇത് വെരിഫിക്കേഷന് വേണ്ടി സൂക്ഷിച്ച് വെക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനത് ആദ്യത്തെ എക്സാം തന്നെ പോയി, വെരിഫിക്കേഷൻ വല്ല ഒന്നുമില്ല. ഈ ഹോൾ ടിക്കറ്റ് മാതാവേ നീ പ്രയോജനമില്ലാതെ കളയാനിടയാക്കല്ല, ഇത് അമ്മ എനിക്ക് എന്ന സൈനാണ്. ഇത് വെരിഫിക്കേഷന് എൻ്റെ വീട്ടിൽ ഈ ഹോൾ ടിക്കറ്റ് വാങ്ങുന്ന ആൾക്കാർ വരുമ്പോൾ പരിശുദ്ധ അമ്മയായിരിക്കണം ഇതെനിക്ക് ഞാൻ എലിജിബിൾ ആക്കേണ്ടത്. അതുകൊണ്ട് ഞാൻ അന്ന് മുതൽ എൻ്റെ ഹോൾ ടിക്കറ്റിലും എൻ്റെ സെറോക്സ്, നമ്മൾ ബബിൾ ചെയ്യുന്ന സെറോക്സ് കിട്ടും, അതിലും വിശുദ്ധ തൈലം തൂത്ത് അന്ന് മുതൽ ഇന്ന് വരെ എൻ്റെ ഉടമ്പടി പത്രികയുടെ മേളിൽ വെച്ച് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അതുപോലെ ഡെയിലി ബ്രെഡിൻ്റെ സമയത്തും അച്ഛൻ ഡോക്യുമെൻ്റ് എടുത്ത് പ്രാർത്ഥിക്കാൻ പറയുന്ന സമയത്ത് ഞാൻ ഇതെൻ്റെ കയ്യിൽ വെച്ച് തന്നെ പ്രാർത്ഥിക്കും. പരിശുദ്ധ അമ്മ എനിക്ക് ഈ തന്ന വലിയ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ അതെൻ്റെ കഴിവുകൊണ്ടല്ല, ഒരിക്കലുമല്ല. ഞാൻ ഇന്ന് ടീച്ചറായിട്ട് ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ അത് ഒരിക്കലും എൻ്റെ കഴിവുകൊണ്ടല്ലെന്നുള്ളത് 100% ഉറപ്പ്. അത് എന്നെ കേൾക്കുന്ന എൻ്റെ കൂട്ടുകാർക്ക് നല്ല വൃത്തിക്ക് അറിയാം, കാരണം എന്നെക്കാൾ പഠിക്കുന്നവരുണ്ട്, അവർക്ക് പോലും കാറ്റഗറി 1 കിട്ടിയവരുണ്ട്, കിട്ടാത്തവരുണ്ട്. ആ സമയത്താണ് എൻ്റെ കൂട്ടത്തിൽ എഴുതിയ ഞാൻ മാത്രമാണ് കാറ്റഗറി 1ഉം 2ഉം പാസ്സായതിന്. എൻ്റെ പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ഒരുപാട് നന്ദി ഞാൻ പറയുന്നു. അതുപോലെ തന്നെ എൻ്റെ DLED എക്സാം സെക്കൻഡ് സെമസ്റ്റർ വരെയുള്ള എൻ്റെ എക്സാം പാസ്സായതിന് ഞാൻ ഇവിടെ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. 3rd സെമ്മും 4th സെമ്മിൻ്റെ കാര്യമാണ് പറയുന്നത്. 4th സെമ്മിലും എനിക്ക് നല്ല ടഫായിരുന്നു, പഠിക്കുമെങ്കിലും എനിക്കൊന്നും ഓർമ്മയുണ്ടാവില്ല. എനിക്ക് ലാംഗ്വേജ് ഭയങ്കര ടഫാണ്. എൻ്റെ ലൈഫിൽ എനിക്ക് ഇതുവരെ ലാംഗ്വേജിന് A+ എന്ന് പറഞ്ഞ സംഭവം കിട്ടിയിട്ടില്ല. എൻ്റെ കൂടെ ഉള്ളവർ ലാംഗ്വേജ് സ്പെഷ്യൽ എടുത്ത് പഠിച്ചവരുണ്ട്. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഇതുവരെയും കിട്ടിയിട്ടില്ല, കിട്ടാനും പോകുന്നില്ല, മാതാവിന് ഇഷ്ടമുണ്ടെങ്കിൽ ഇത്തവണ എനിക്ക് A+ തരണമെന്ന് പറഞ്ഞു. റിസൾട്ട് വന്നപ്പോൾ എൻ്റെ കൂടെ ലാംഗ്വേജ് സ്പെഷ്യൽ എടുത്ത് പഠിച്ചവർക്കൊക്കെ A+ ഒന്നുമില്ല, പക്ഷേ എനിക്ക് A+ ഉണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര ഞെട്ടലായിരുന്നു, ഇതെന്താ അവർക്കില്ലല്ലോ, അതും എനിക്ക് അവരുടെ മുന്നിലും പരിശുദ്ധ അമ്മയുടെ വലിയ സാക്ഷിയാക്കി മാറ്റാനുള്ള ഒരവസരം. അതുപോലെ 3rd സെമ്മിൻ്റെ എക്സാമും നമുക്ക് സെം വൈസ് ആണെന്ന് പറഞ്ഞാലും ഫസ്റ്റ് സെം, സെക്കൻഡ് സെം, 3rd സെം, 4th സെം 3 കൂടെ ഒന്നിച്ച് എഴുതേണ്ട സബ്ജക്റ്റ് ഉണ്ട്. മാത്സും സയൻസൊക്കെ വരുമ്പോൾ ഭയങ്കര ടഫാണ്. ഇതുപോലെ തന്നെ പഠിക്കുന്ന സമയത്ത് ഫുൾ കരച്ചിലും ബഹളമാണ്, ഒരു വഴിയില്ല. കാശുരൂപമൊക്കെ മുറുക്കി പിടിച്ച് പ്രാർത്ഥിക്കും, പറ്റുന്നത്രയും ജപമാല ചൊല്ലും, എല്ലാം ഉടമ്പടിയിൽ എന്തൊക്കെ പറയുമോ അതിൻ്റെ അപ്പുറം ചെയ്യാൻ നോക്കും. വിശേഷവിധ എന്തൊക്കെ ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റുന്നുണ്ടോ അതെല്ലാം ഞാൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ എക്സാം പോകുന്ന സമയത്ത് ഫുൾ ബ്ലാങ്ക് ആണ് മനസ്സ്. എൻ്റെ കൂട്ടുകാരൊക്കെ വന്നിട്ട് എൻ്റെ മുന്നിൽ ഇരുന്നിട്ട് ആൻസർ പറയും, ക്വസ്റ്റ്യൻ പറയാം. ഞാൻ നോക്കുമ്പോൾ ഇവർ പറഞ്ഞതൊക്കെ ഞാൻ പഠിച്ചതാണ്, പക്ഷേ എനിക്ക് അതിൻ്റെ ഒരു കൺസെപ്റ്റ് പോലും ഓർമ്മയില്ല. സത്യം പറഞ്ഞാൽ എൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് അവരുടെ മുന്നിൽ കാണിക്കാൻ പറ്റാത്തത് കൊണ്ട് അവരുടെ അടുത്തുനിന്ന് മാറിയിരുന്നു. ആകെ ഉണ്ടാകുന്ന ഈ കാശുരൂപം ഇതും പിടിച്ച് ആകാശത്തോട്ട് നോക്കിയിരുന്ന്
കരഞ്ഞുകൊണ്ട് ക്ലാസ്സിൽ കയറിയ അവസ്ഥയുണ്ട്. കാര്യം ഒന്നും അറിയത്തില്ല, പഠിച്ചതൊന്നും ഓർമ്മയില്ല. അതാണ് ഏറ്റവും വലിയ സങ്കടം വരുന്നത്. പരിശുദ്ധ അമ്മയ്ക്ക് എന്നെ വിട്ടുകൊടുത്തു. ഞാൻ ജപമാലയും കാശുരൂപമായിട്ട് ക്ലാസ്സിൽ കയറി. അന്ന് ഞാൻ മാതാവിനോട് അടയാളം ചോദിക്കണമെന്ന് എൻ്റെ മനസ്സിൽ തോന്നിയിട്ട് ഞാൻ ചോദിച്ചില്ല. കാര്യം കിട്ടിയില്ലെങ്കിൽ അതെനിക്ക് ഭയങ്കര സങ്കടമാവും. കാരണം ഞാൻ മാതാവിനെ അത്രയും വിശ്വസത്തിനേക്കാൾ കൂടുതൽ സ്നേഹിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അടയാളമൊന്നും ചോദിച്ചില്ല. പക്ഷേ എക്സാമിന് വന്നപ്പോൾ എൻ്റെ ക്ലാസ്സിൽ നിന്ന് ടീച്ചർ ഇട്ടിരുന്ന ഡ്രസ്സ്, ഷോള്, ബോട്ടം, ടോപ്പ് ഉൾപ്പെടെ നല്ല ഡാർക്ക് നീല, അതിനകത്ത് വേറെ ഒരു പ്രിൻ്റും ഇല്ല. അന്നേ ഞാൻ ഉറപ്പിച്ച് പരിശുദ്ധ അമ്മേൻ്റെ കൂടെ ഉണ്ട്, എന്നെ കൈവിട്ടിട്ടില്ല എന്നുള്ളത്. റിസൾട്ട് വന്നപ്പോൾ എനിക്ക് അതിനും ഞാൻ എഴുതിയ 3 എക്സാമിന് A+, DLED എക്സാം ഞാൻ 90% മേലെയാണ് പെർസെൻറ്റേജോടാണ് പാസ്സായത്. അതിനും എൻ്റെ കഴിവല്ലെന്നുള്ളത് 100% ഉറപ്പാണ്. ഈശോയും മാതാവും എൻ്റെ കൂടെ ഇല്ലാതെ ഇത്രയും വലിയൊരു വിജയം എനിക്ക് എൻ്റെ ജീവിതത്തിൽ കിട്ടത്തില്ലെന്നുള്ളത് 100% ഉറപ്പാണ്. ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ തന്ന പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ഞാൻ ഒരുപാട് നന്ദി പറയുകയാണ്. പിന്നെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനമാണ് ചെയ്തത്. എല്ലാ മാസവും നവംബർ ഉടമ്പടി എടുത്ത് അന്ന് മുതൽ 1 മാസം പോലും മുടങ്ങാതെ ഞാൻ ഒരു ദിവസം ഇവിടെ വരും, പത്രം വാങ്ങിക്കും, ഇവിടെ ഇരുന്ന് മാതാവിനോട് കുറേ കാര്യമൊക്കെ പറഞ്ഞിട്ട് തിരിച്ചു പോകും. അതിനുശേഷം സെപ്റ്റംബറിലാണ് എനിക്ക് എക്സാം. അന്ന് മുതൽ 1 കെട്ട് പത്രത്തിന് 2 കെട്ട് പത്രം വായിക്കാൻ തുടങ്ങി. എക്സാമിന് പോയ സമയത്ത് ഞാൻ ഒന്നും പഠിക്കാനൊന്നും നോക്കിയില്ല. അവിടെ നിന്ന് എല്ലാവർക്കും കൃപാസന പത്രം പറഞ്ഞു കൊടുത്തു. അത് ഞാൻ എല്ലാവരോടും പറയും, കേൾക്കാൻ ഇഷ്ടം അല്ലെങ്കിലും പത്രം കൊടുക്കുന്നുണ്ടെങ്കിൽ പറഞ്ഞിട്ടേ കൊടുക്കത്തുള്ളൂ. ഇൻട്രസ്റ്റ് ഉള്ളവരുടെ അടുത്ത് 15-20 മിനിറ്റ് നിന്ന് ഞാൻ പറയും. കാര്യം എനിക്ക് കിട്ടിയ ഓരോ ചെറുതും വലുതുമായ കാര്യങ്ങൾ എനിക്ക് അത്രയും സ്പെഷ്യലാണ്. കാര്യം അതെല്ലാം എനിക്ക് പരിശുദ്ധ അമ്മ തന്നതാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരോടും ഞാൻ പറഞ്ഞു കൊടുക്കും. അന്ന് മുതൽ ഇന്ന് വരെ 2 കെട്ട് പത്രം വാങ്ങിക്കും, വിശുദ്ധ തൈലം തേച്ച് പ്രാർത്ഥിക്കും, ഒരു വചനം അതിനകത്ത് എഴുതും, പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ പരിശുദ്ധ അമ്മേനെ മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ കൊണ്ട് കൊടുക്കും. കാരുണ്യപ്രവർത്തിയായിട്ട് ചെയ്യുന്നതും എനിക്ക് ചെറുതായിട്ട് പോക്കറ്റ് മണിയൊക്കെ വീട്ടിൽ നിന്ന് തരും. അത് ഞാൻ എൻ്റെ ആവശ്യത്തിന് മാക്സിമം ഉപയോഗിക്കാറില്ല. ആവശ്യമുള്ളവർക്കൊക്കെ ഒരുപാട് ഞാൻ കൊടുക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കൊടുക്കാൻ. കാര്യം കൊടുക്കും തോറും ഒരുപാട് കിട്ടുന്ന എനിക്ക് ജോലിയില്ല. പക്ഷെ എനിക്ക് എവിടുന്നേലുമൊക്കെ ഒരു തവണ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ സമയം തന്നെ എനിക്ക് മാതാവ് തരുന്നതായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മടിയില്ലാതെ ചോദിക്കുന്നവർക്ക് ഞാൻ കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ എൻ്റെ പേരൻസ് വഴിയും ഞാൻ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാറുണ്ട്, ചോറ് കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ ഓൾഡ് ഏജ് ഹോം വിസിറ്റ് ചെയ്യും. ഞാൻ ആദ്യം എനിക്കൊരു അവസരം ഉണ്ടായിരുന്നു, ആഴ്ചയിൽ ഒരിക്കൽ കാരുണ്യപ്രവൃത്തി ചെയ്യാൻ. എല്ലാ ദിവസവും ഒരു ഓൾഡ് ഏജ് ഹോമിൽ പോയിട്ട് ഒരു അമ്മച്ചിനെ കുളിപ്പിക്കാൻ എൻ്റെ ടീച്ചിങ് പ്രാക്ടീസിൻ്റെ സമയത്ത് എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. പക്ഷേ തോൽവി വന്നപ്പോഴും എൻ്റെ ഒരു ഉടമ്പടി നിബന്ധനകളിലും ഞാൻ മുടക്കം വരുത്തിയിട്ടില്ല, കുറവ് വരുത്തിയിട്ടില്ല. അങ്ങനെ അതെല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ആത്മീയ ജീവിതത്തിലും ഒരുപാട് മാറ്റങ്ങൾ വന്നു. എല്ലാ ഞായറാഴ്ചയും വിശുദ്ധ കുർബാനയ്ക്ക് പോകുന്നൊരു ശീലം ചെറുപ്പം മുതലേ ഉണ്ടായിരുന്നു. പക്ഷേ വെറുതെ പോയി നിൽക്കുക അല്ലാതെ ഇപ്പം ഓരോ വിശുദ്ധ കുർബാനയിലും അച്ഛൻ പറയുന്നതും നമ്മളും പറയുന്നതുമായ ഓരോ കാര്യങ്ങളെ അർത്ഥം അറിഞ്ഞ് വിശുദ്ധ കുർബാനയിൽ മാക്സിമം ഈശോനെ കാണണം എന്നുള്ള ആഗ്രഹത്തിൻ്റെ പുറത്ത് നിന്ന് പ്രാർത്ഥിക്കാറുണ്ട്. അതുപോലെ തന്നെ ജപമാലയും ഓരോ കാര്യങ്ങളും കൂടുതൽ ശ്രദ്ധയോടെ പരിശുദ്ധ അമ്മേനെ നോക്കിക്കൊണ്ട് തന്നെ ചൊല്ലി കാഴ്ചവെക്കാൻ ശ്രമിക്കാറുണ്ട്. അതുപോലെ ഉപവാസം, പിന്നെ അതെല്ലാം കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. ബൈബിൾ വായന മുടക്കാറില്ല. എന്തെങ്കിലും ഒരു വയ്യാഴിക വന്നാൽ മാത്രം, എനിക്ക് എഴുന്നേക്കാൻ പറ്റാത്തപ്പോൾ മാത്രം ബൈബിൾ വായന 1-2 ദിവസം മുടങ്ങിയാൽ അതിനോട് ചേർത്ത് അടുത്ത ദിവസം ഞാൻ കൃത്യമായിട്ട് ചെയ്യാറുണ്ട്. പിന്നെ അഖണ്ഡ ജപമാല പറ്റുമ്പോഴൊക്കെ ഞാൻ ചൊല്ലാറുണ്ട്. അത് സ്പെഷ്യലായിട്ട് എനിക്ക് തോന്നും, മാതാവിന് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് കൊടുക്കാൻ നേരം ഞാൻ ഒറ്റയ്ക്ക് ഇരുന്നതിനാണേലും അഖണ്ഡ ജപമാല ചൊല്ലും. പിന്നെ എല്ലാ കാര്യം ഉടമ്പടി പറയുന്ന എല്ലാ കാര്യങ്ങളും, പിന്നെ വിശേഷവിധ എന്തെങ്കിലും ചെയ്യാൻ തോന്നുക, ഞാനിപ്പം കൂടുതലും എൻ്റെ ലൈഫിന് ഒഴിവാക്കിയിരുന്നു. ഫിലിംസൊക്കെ ഞാൻ കൂടുതൽ ഒഴിവാക്കിയിട്ടുണ്ട്. ഞാൻ 1 വർഷമായിട്ട് ഫിലിംസൊന്നും കണ്ടിട്ടില്ല. അത് ഞാനായിട്ട് തന്നെ എടുത്ത തീരുമാനമാണ്. കാര്യം ഈ 2 മണിക്കൂർ എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഒരു 4 സാക്ഷ്യം കാണാൻ പറ്റും. മാക്സിമം സമയം കിട്ടുന്നതനുസരിച്ച് ഒരു സാക്ഷ്യം പോലും മുടക്കാതെ ഞാൻ സാക്ഷ്യങ്ങൾ ഫുള്ള് കാണാൻ നോക്കും. അതുപോലെ ധ്യാനം ഞാൻ ഫുള്ള് കേൾക്കും. അത് അന്ന് തന്നെ കേൾക്കും, എന്തൊക്കെ വന്നാലും. അങ്ങനെ എല്ലാ കാര്യവും ഒരു കുറവും കൂടാതെ കൃത്യമായിട്ട് പാലിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പരിശുദ്ധ അമ്മേൻ്റെ ജീവിതത്തിൽ ഒരുപാട് നന്മകൾ, ഒരുപാട് പറഞ്ഞാൽ തീരുകയില്ല. പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും എൻ്റെ ജീവിതത്തിൽ തന്ന എല്ലാ ചെറുതും വലുതുമായിട്ട് എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ ഇവിടെ